Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiba, quluban khashi'an, amma ba'd. Inna ad-dina 'inda Allahil Islam. Assalamu alaikum wa rahmatullahi wa barakatuhu, my beloved sisters. Today's our topic waswasa. അല്ലേ? ഇതിനെ മെഡിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ OCD എന്ന് പറയും അല്ലെ. OCD എന്ന ഓമന പേരിട്ടാണ് അവര് വിളിക്കുക. വാട്ട് ഈസ് വസ്വാസ്? നമ്മൾ പലപ്പോഴായിട്ട് വസ്വാസ് രോഗികൾ എന്ന് പറഞ്ഞ് പലരെയും പരിഹസിക്കാറുണ്ട് അല്ലെ. നമുക്ക് വസ്വാസ് ഇല്ല എന്നുള്ള ധാരണയിലാണ് അങ്ങനെ പറയാറ്. പക്ഷെ ഇതൊക്കെ എക്സ്ട്രീം എൻഡ് കേസിലൊക്കെയാണ് വസ്വാസം, അല്ലെങ്കിൽ അതിന്റെ ഒരു മിഡിൽ സ്റ്റേജിലൊക്കെയാണ് ഇതിനെ വസ്വാസായിട്ട് പരിഗണിക്കപ്പെടുക. പക്ഷെ ആക്ച്വലി നമ്മളിലൊന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും വസ്വാസായിട്ട് നമ്മളും കാണില്ല, മറ്റുള്ളവരും കാണില്ല എന്നതാണ് ഇതിന്റെ സത്യാവസ്ഥ അല്ലെ. നമുക്ക് വസ്വാസം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയാണ് അല്ലെ. പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായത്തില് സൂറത്തു നാസ് തന്നെ അതിന് വലിയൊരു പ്രൂഫാണ്, വലിയൊരു എവിഡൻസ് ആണ് അല്ലെ. അതിൽ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അപ്പൊ അതിലെല്ലാം ഈ ഒരു ഷോർട്ട്, ഏറ്റവും ഷോർട്ട് അധ്യായം, എല്ലാവരും സൂറത്ത് ഇഖ്ലാസ് പോലെ എല്ലാവരും പഠിച്ചു വെക്കുന്ന, നന്ന ചെറിയ മക്കൾ വരെ പഠിച്ചു വെക്കുന്ന ഒരു അധ്യായം കൊണ്ട്. അപ്പൊ ഇതിലെല്ലാം വ്യക്തമാണ്, മിനൽ ജിന്നത്തി വന്നാസിലെ മനുഷ്യരുകളിൽ നിന്നും ജിന്നുകളിൽ നിന്നുള്ള പിശാചുക്കളുണ്ട്. അത് വസ്വാസ് പിന്മാറിക്കളയുന്ന അല്ലെ. എല്ലാ വസ്വാസം ഉണ്ടാക്കി വെച്ച് പിന്തിരിഞ്ഞു കളയും. നമുക്കറിയില്ല അതെങ്ങനെയാ വന്നത്, എപ്പോഴാ വന്നത് എന്നൊക്കെ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഡി എന്നെ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലേഡി വിളിക്കുകയുണ്ടായി. അവർ ഗൾഫിലും കണ്ടാണ്. അപ്പൊ അവര് ഇപ്പം കുറച്ചു കാലമായിട്ട് അവര് അടുത്ത ബന്ധുക്കൾക്കും അങ്ങനെ അറിയുന്നവർക്കൊന്നും സദക്ക കൊടുക്കില്ല അത്ര. അപ്പൊ അതിന്റെ എക്സ്ക്യൂസ് അവര് പറഞ്ഞ എന്താ വെച്ചാല്, അങ്ങനെ കൊടുത്താൽ റിയാ ആകുമോ എന്നുള്ള ഭയം. അപ്പൊ നോക്കിയാ അതാരാ അവിടെ അവരെ മനസ്സിൽ അങ്ങനത്തെ ഒരു ദുഷിച്ച ചിന്ത ഉണ്ടാക്കുന്ന ചീത്ത പിശാച് തന്നെയല്ലേ, പിന്മാറിക്കളയുന്ന പിശാച് തന്നെയല്ലേ. ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ ഉറ്റ ബന്ധുക്കൾക്ക്. ഒരാൾക്ക് കൊടുത്താൽ ഒരു പ്രവർത്തിക്ക് 2 പ്രതിഫലം കിട്ടുന്ന സ്വന്തത്തിന് കൊടുത്താലാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ കണ്ടറിയുന്ന കേട്ടറിയുന്ന മറ്റുള്ളവർക്കൊക്കെ, മറ്റുള്ള ചാരിറ്റി ഫണ്ടുകൾക്കൊക്കെ കൊടുത്താൽ അവരെന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ലാലോ. അപ്പൊ അത് അത്രക്ക് അറിയുന്നവരെ വേദനിക്കുന്നവരെയും വെച്ചിട്ട് അങ്ങനെ കൊടുക്കണ്ട, അത് റിയാ ആവും എന്ന് അവരെ മനസ്സിൽ ഒരു വസ്വാസ് തോന്നിപ്പിച്ച്. അപ്പൊ പിന്മാറിക്കളയുന്ന പിശാചിന്റെ നാശമാണ്. അപ്പൊ ഇത് സംഭവം ഉള്ളത് തന്നെയാണ്. അത് അപ്പൊ നമുക്കില്ലാന്ന് തർക്കിക്കാനൊന്നും പറ്റില്ല. ഇന്ന് രാവിലെ നടന്ന ക്ലാസ് പോലെ അതൊക്കെ ഹക്ക് തന്നെയാണ്. അതൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ OCD മീൻസ് ഒബ്സസീവ് കമ്പൾസറി ഡിസോർഡർ എന്നാണ് ഇതിനെ മെഡിക്കൽ ലാംഗ്വേജിൽ വിളിക്കുക. അതായത് ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങിയാല് റിപ്പീറ്റഡ്ലി ചെയ്യാൻ വേണ്ടി പിശാച് അവന്റെ മനസ്സിൽ ഇങ്ങനെ മന്ത്രിക്കും. ഒരു കാര്യം, അത് അങ്ങനെ ഒരു കൈയാണ് കഴുകുന്നതെങ്കിൽ കൈ കഴുകി ചോറുന്നാൻ പോകുമ്പോ കുറേ കഴുകും അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും കാര്യം, പിന്നെ പ്ലേറ്റ് കഴുകുന്നതിലേക്കാവും അല്ലെ. അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ഹോട്ടലിന്റെ അടുക്കള ഒന്ന് പാർത്തു നോക്കല അല്ലെ, അത് വൃത്തിയുണ്ടോ ഇല്ലേന്നൊക്കെ. അപ്പം ആക്ച്വലി ഇതൊക്കെ അവരെ മനസ്സിൽ നിന്ന് പിശാച് മന്ത്രിക്കുന്നതാണ്, അവര് സ്വയം ചെയ്യുന്നതല്ല അല്ലെ. അബ്നോർമൽ കേസിലാണ് അല്ലെ. ഈ ഒബ്സഷൻ ചിന്തകൾ എന്ന് പറഞ്ഞാല് ഒരു ചിന്ത വരും, അത് മാറ്റാൻ വേണ്ടി പിന്നെ വേറൊരു ചിന്ത വരും, അങ്ങനെ ഇതൊരു ഹാബിറ്റായി മാറും അല്ലെ. ഒറിജിനലി ഖുർആൻ തന്നെ ഇതിനു വേണ്ടി നമുക്ക് സൂറത്ത് പോലും ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്തിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെ. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തും കൂടെ ആണ്. അപ്പൊ മിൻ ഷറിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞ പിന്മാറിക്കളയുന്ന പിശാചിന്റെ നാശത്തിൽ നിന്നും അല്ലെ. അപ്പൊ നമ്മൾ ദിവസവും രാവിലെ എണീറ്റ് എല്ലാ വക്ത നമസ്കാരത്തിലും ഓതുന്ന, രാത്രി കിടക്കുമ്പോൾ ഓതുന്നൊക്കെ വെറുതെ അല്ല, അപ്പോഴൊക്കെ നമ്മളൊക്കെ ബാധിക്കുന്ന പിശാചിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് കൂടാണ് അല്ലെ. ഇത് എവിടുന്നാ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി, മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസിലെ, ഏത് പിശാചിൽ നിന്നാണെന്നുള്ള മനസ്സിലായത്. അള്ളാഹുവിൽ നിന്നുള്ളതല്ല, പിശാചിൽ നിന്നാണ്.
അപ്പം ഒരാൾക്ക് വസ്വാസ് ഉണ്ടെങ്കിൽ അവരുടെ പരലോക വിജയത്തിന് ഹാർട്ട് പ്യൂരിഫിക്കേഷന്റെ ഒരു തെളിവായിട്ടാണ് ഒരു പ്രസിദ്ധ സൗദി പണ്ഡിതൻ പറയുന്നത്. അതായത് ഒരു ദലീലാണത്രേ, പ്രൂഫാണത്രേ. അതായത് ഇപ്പൊ അവരെ മനസ്സിൽ വസ്വാസ് തോന്നിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒളു എടുക്കാണ് റിപ്പീറ്റഡ്ലി, ഒളു ശരിയായിട്ടില്ല, അള്ളാനെ കണ്ടുമുട്ടേണ്ടതല്ലേ, ഒളു ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നിസ്കാരം, പിന്നെ നിസ്കാരവും ശരിയാവൂലാലോ എന്ന് പറഞ്ഞ അവരെ മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിസ്കാരം ശരിയാൻ വേണ്ടി ഒളു എടുക്കും, ഒളു ശരിയാൻ വേണ്ടി പിന്നെ കഴുകി കഴിഞ്ഞ് ഒളു എടുത്ത് കയറിയാ വെച്ച്, ഹേ നെയ്യത്ത് ശരിയായില്ലാലോ അല്ലെ. ആ നെയ്യത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ശരിയും തെറ്റും ഒക്കെ ഉണ്ടോ? നമ്മൾ ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ഈവൻ മൂത്രമൊഴിക്കുന്നതും ടോയ്ലറ്റ് പോകുന്നൊക്കെ തന്നെ ഇത് ഒളുവിന് വേണ്ടിയിട്ടുള്ള ഒരു നെയ്യത്തിലാണ്. ഒളുവിന്റെ നെയ്യത്തന്നെ അവിടെ വേണ്ടിയത് ബിസ്മില്ലാഹി മാത്രമാണ് അല്ലെ. സമയം നെയ്യത്ത് ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഉണ്ട് താനും. അപ്പൊ ഒളു ചെയ്താൽ ശരിയായില്ല, നെയ്യത്ത് ശരിയായില്ല, അല്ലെങ്കിൽ നെയ്യത്ത് മറന്നു പോയി അല്ലെ, അങ്ങനെ. അപ്പൊ കുളി എന്ന് പറയുന്നത് ചിലരൊക്കെ തന്നെ 2-3 മണിക്കൂർ വരെ കുളിക്കുന്നവരുണ്ട്. ഒരു ഫുൾ ടാങ്ക് വെള്ളം വരെ വേണ്ടി വരുന്ന അവസരങ്ങൾ എത്രയോ കാണാം ചില വീടുകളിലൊക്കെ. പിന്നെ ടാങ്കിലെ പിന്നെ ടാങ്കിലേക്കുള്ള കണക്ഷൻ ഓഫാക്കി വെക്കുന്നത് വരെ കാണാം. കാരണം അത്രയും വെള്ളം കൊണ്ട് കുളിച്ചാലും അവർക്ക് അതിന്റെ ഒരു പരിപൂർണ ശുദ്ധി അവർക്ക് തോന്നൂലേ, ശരിയായില്ല എന്നുള്ള അല്ലേ. അപ്പൊ പിന്നെ നിസ്കാരത്തിന് തന്നെ നിന്ന് കഴിഞ്ഞാല് നമുക്കറിയാം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ അത് 3-ലധികം പ്രാവശ്യമായി പോകരുത് അല്ലെ. 1-2-3-ലധികം ആയ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. ഈ കൂട്ടർക്ക് അതും മനസ്സിലാവൂല, അവര് പിന്നെയും കെട്ടി ഇങ്ങനെ കളിക്കും. നമ്മളെ പള്ളിയിലൊരു അതുപോലെ ഒരാൾ വരുത്തുന്നുണ്ട്. അവര് സ്ഥിരമായിട്ട് അങ്ങനെ നല്ല വൃത്തിയുള്ള പെണ്ണുങ്ങളാണ്, അങ്ങനെ വൃത്തിയിൽ വരും. നമ്മളെല്ലാം നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അവർ ഒളു എടുക്കുന്നുണ്ടാവും. അവരിട്ട തട്ടം കഴിച്ചു വെക്കും, പിന്നെ പർദ്ദ അയച്ചു വെക്കും, എന്നിട്ട് ഒളു എടുക്കും, എന്നിട്ട് പിന്നെയും ഒളു എടുക്കും. എന്നിട്ട് അങ്ങനെ എല്ലാം കൂടി കഴിയുമ്പത്തി നമ്മളെ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇവര് പിന്നെയും ഡ്രസ്സൊക്കെ ഇട്ട് ഒളു എടുക്കുമ്പോൾ ഡ്രസ്സൊക്കെ അയച്ചേക്കും പള്ളിയിൽ വന്നിട്ട്. അങ്ങനെ എന്ന് കയറും. എന്നിട്ട് പിന്നെ നമ്മളെ നിസ്കാരത്തിന്റെ കൂടെ എത്തിയില്ല, മാത്രമല്ല ഒച്ചത്തിൽ ചെല്ലും. എന്താ വെച്ചാ ചെല്ലിയത് മറന്നു പോകുന്നുണ്ടോ, ചെല്ലിയത് ശരിയായിട്ടില്ലേ എന്നൊരു ഇന്റൻഷൻ ആയിരിക്കാം എന്റെ പിന്നിലുള്ള ഒരു ഇന്റൻഷൻ അല്ലെ. അതുകൊണ്ട് അവർ പിന്നെയും ചെല്ലും. അപ്പൊ അവരടുത്ത് നിൽക്കാൻ എല്ലാവർക്കും പേടിയാ. ആക്ച്വലി ഇവരിങ്ങനൊക്കെ കഴുകിയാലും കുളിച്ചാലും തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ അനുഭവത്തിലൊക്കെ ഉള്ള പല ആളുകൾക്കും തന്നെ എന്താ പറയാ, ഒരു വൃത്തി അവരെ ഫീൽ ചെയ്യൂല അല്ലെ. എത്ര തന്നെ കഴുകിയാലും കുളിച്ചാലും അവര് എന്ന് പറയുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു ലേഡി ഉണ്ട്, അവര് ഹസ്ബൻഡ് രാവിലെ ഷോപ്പിൽ പോകാൻ ഇങ്ങനെ കാത്തു നിൽക്കും പോലെ. അതായത് അയാള് പോകുമ്പോ പിന്നെ പാന്റ് ഇടുന്ന മുമ്പ് ആ തുണി അഴിച്ചു വാങ്ങി അന്ന് തന്നെ വാഷ് ചെയ്ത് മടക്കി അലമാരിയിൽ വെക്കണം. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അലമാരിയിൽ ഡ്രസ്സ്, ആ തുണി മടക്കി വെക്കുക എന്നുള്ളതാണ് അവരുടെ ഇന്റൻഷൻ. ഇപ്പൊ നമ്മളൊക്കെ അത് ശ്രദ്ധിക്കുക. ഹസ്ബൻഡ് ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ തുണി എടുത്ത് നമ്മൾ ഹാങ്കറിൽ ഇടും അല്ലെ. അങ്ങനെ 2-3 ദിവസം എടുത്ത് ഒന്ന് മുഷിഞ്ഞ് തോന്നുമ്പോൾ വാഷ് ചെയ്യുക, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. ഇനിയിപ്പൊ അന്ന് അതൊക്കെ തിരുമ്പി വെച്ചാലും അന്ന് രാത്രി ആകുമ്പോ പിന്നെയും വരൂലേ ഈ വാഷിങ്, പാത്രം കഴുകലും ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ഒരിക്കലും തീരൂല. അത് നമ്മളെ എന്തൊരു പണ്ടൊരു ചൊല്ലുണ്ട്, തല മണ്ണ് കുത്തിയാലേ തീരുള്ളൂ അല്ലെ. അതുപോലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. ഒരിക്കലും നമ്മളെ ലോണ്ടറി ബാസ്ക്കറ്റ് കാലിയായിട്ട് നമ്മൾ കാണലില്ല അല്ലെ. ഫുള്ളെടുത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നമ്മൾ കുളിച്ച് മാറ്റുമ്പോൾ അത് വരും അതിൻ്റെ അകത്ത്. അങ്ങനെ തന്നെ ഫുഡും അല്ലെ, പാത്രം കഴിച്ച് എത്ര കഴുകി വെച്ചാലും. പക്ഷെ അത് ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ല. അതുപോലെ ഒരു കുട്ടി കല്യാണം കഴിച്ച് കൊണ്ടപ്പം ഇവരെ മദറിൻലോ ഇതുപോലെ ഭയങ്കരം വാഷിങ്ങിന്റെ ആളാ. ഭയങ്കരം വാഷിങ് എന്ന് പറഞ്ഞാൽ എല്ലാം കഴുകല്. വീട്ടിൽ സെർവന്റ് ഉണ്ടെങ്കിൽ അവര് വന്ന ആ സെർവന്റ് 6 മണിക്കാണോ പോകുന്നത് അതുവരെ ഇവരെ കൂടെ നിന്ന് കഴുകിച്ച് അവർക്ക് അന്ന് ലൊഹറും അസറും ഒന്നും നിസ്കരിക്കാൻ പറ്റൂല. ലൊഹറിന്റെ അസറിന്റെ ഫർളിന്റെ വക്തിനുള്ള നമസ്കാരത്തെക്കാൾ അവര് വാല്യുബിൾ ആയി കാണുന്നത് ഈ ക്ലീനിങ്ങാ. അങ്ങനെ ഈ മരുമകൾ ചെന്നപ്പോ മരുമകളോടും അറിഞ്ഞു, നീ അങ്ങനെ കഴുകണം. ഓളാറിന് ഒരു കാര്യം ചെയ്തോ, ഉമ്മ അങ്ങനെ കഴുകിയിരുന്നോ, എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത് ലൊഹർ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കുളിച്ച് നിസ്കരിക്കാനാണ്, ഞാൻ ഇങ്ങനെ ചെയ്യും. മാത്രമല്ല ആ വീട്ടിൽ ആരെങ്കിലും കയറി വരുമ്പോ ഉച്ച സമയത്ത് 2-3 മണിക്ക് ആ മരുമകൾ ഉണ്ടാവും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന, അമ്മായിമ്മ പണിക്കാരത്തിന്റെ കൂടെ അങ്ങനെ പണിയെടുക്കുന്നുണ്ടാവും അല്ലെ. ആ നിസ്കാരം പോലെ. പക്ഷെ അവര് ആ നിസ്കരിക്കാൻ വിടാത്ത ഇബ്ലീസ് എന്താന്ന് വെച്ചാല്, ആ നിസ്കരിച്ചു കഴിഞ്ഞാല്
പിന്നെ മേത്ത് എന്തെങ്കിലും തെറിക്കൂലേ? മൺകാടത്തിന്റെ അടുത്ത് പോയി നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോ അപ്പം മേത്ത് എന്തെങ്കിലും തെറിക്കൂലേ പാത്രം കഴുകി? അത് വിചാരിച്ച് അവര് കുളിക്കൂല. പക്ഷെ ഈ കുട്ടിയുടെ വലിയൊരു വിഷയം എന്താ വെച്ചാല് അവർക്ക് നല്ല വൃത്തി ഉണ്ടാവും, പക്ഷെ അവരെ നന്നായിട്ട് വേർപ്പിന്റെ ഒരു മണം വരും. എന്താന്ന് എനിക്കറിയില്ല, ഇത്രയും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും അങ്ങനെ. അതിനെ കുറച്ച് ആളെ വാച്ച് ചെയ്തെന്ന് എനിക്ക് കിട്ടിയാണ്. തെറ്റോ ശരിയോ എന്ന് അറിയില്ല. അസ്തഗ്ഫിറുല്ലാ, തെറ്റാണ്, അള്ളാഹു ക്ഷമിച്ച് തരട്ടെ. ഒരുപാട് വാഷ് ചെയ്യുന്ന. പിന്നെ ആണെങ്കിൽ ഇവര് അയലിന്റെ ഒട്ടില് പിന്നെ വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കും. അത് തിരിച്ചിട്ട് മറിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഉണങ്ങേണ്ട സമയത്ത് ഉണങ്ങേണ്ട കാലത്ത് അത് നല്ലോണം ഉണങ്ങുന്ന കാലത്താണെങ്കിൽ നല്ലോണം ഉണങ്ങുക, അല്ലെങ്കിൽ ഹാഫ് ഉണക്കാണെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും എടുത്തിടും. മഴ പെയ്യുമ്പോൾ അത്ര തന്നെ അത് ഉണങ്ങി നമ്മൾ എടുത്തോണ്ടൊന്നും മടക്കി. പക്ഷെ അതിലൊന്നും നമ്മളൊന്നും ഒരു ബോധേടല്ല. പക്ഷെ ഈ കൂട്ടര് ഇതിൽ കമന്ന് കിടക്കും അല്ലേ? പക്ഷെ ഇവര് അലമാരിക്ക് നീറ്റുണ്ടാവും. ഈ വ്യക്തികളെ കണ്ടാൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും മനസ്സിൽ, നിങ്ങളെ ബന്ധുമിത്രാദികളിലുള്ള ഓരോ ആളുകളെ, നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ് സർക്കിളിലുള്ള ചില ആളുകൾ അല്ലെ, ഇവന് ഡ്രസ്സ് ചെയ്താലും ഒന്നും ഒരു നീറ്റ് കാണൂല. കാരണം ഇവരെ നീറ്റ്നെസ് മുഴുവൻ എവിടെ ഉണ്ടാവുക? ഒരു അലമാരിന്റെ ഷെൽഫിനകത്ത്. ഷെൽഫിൽ ഇപ്പം പിന്നെ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം കൂടെ 5 മണിക്കോ 6 മണിക്കോ കുളിക്കാന്ന് വെച്ചാൽ തന്നെ നന്നായി മൈദ മുക്കി. ചില ആളുകൾ അണ്ടർവെയറിൽ വരെ പിന്നെ സ്റ്റാർച്ച് മുക്കുന്നതാണ്. അപ്പൊ സ്റ്റാർച്ചിന് പകരം എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, പണ്ടൊക്കെ മൈദ വരെ മുക്കിയിട്ട് എന്നിട്ട് മടക്കി ശരിക്കും വെക്കും. എന്നിട്ട് അവര് കുളിക്കാൻ വേണ്ടി ഷെൽഫ് തുറന്ന പോലെയായിരിക്കും ഇത്രയും നല്ല മാക്സി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോ ഇതിന്റെ ഈ ചുളിഞ്ഞ് ഒരു ഡ്രസ്സ് ഇങ്ങോട്ട് വലിക്കുമ്പോൾ മറ്റേ ഡ്രസ്സൊന്നും ചിലപ്പം ചുളിയല്ലേ, അത് പാടില്ല. എന്നാ പിന്നെ ഏതെങ്കിലും അയലും വെള്ളിലുള്ള പഴയ തന്നെ എടുത്തിടാം എന്ന് വിചാരിച്ചിട്ട് അവര് ഡ്രസ്സ് പോലും നല്ലത് ഇടൂല. കണ്ടാലോ ഈ വൃത്തിയുള്ള എൻ്റെ ഒരു പണ്ടൊരു ചൊല്ലുണ്ട്, വൃത്തിയുള്ള നമ്പ്യാര് കോണം തിരുമ്പി കുളിക്കില്ല. ഒരു തമാശ പറയുന്ന, പക്ഷെ ആക്ച്വലി ഇവരെ അവസ്ഥ ഇത് തന്നെയാണ്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഹസ്ബൻഡ് വന്നാലും അവർ കുളിച്ചിട്ടും ഉണ്ടാവില്ല, ഡ്രസ്സ് ചെയ്തിട്ടും ഉണ്ടാവില്ല അല്ലെ? പണിയോട് പണി തന്നെ ആയിരിക്കും അല്ലെ? എങ്ങനൊക്കെ എടുത്താലും അവരെ പണി തീരൂല. എല്ലാം തീർന്നിട്ട് കുളിക്കുക, എല്ലാം തീർന്നിട്ട് കുളിക്കുക എന്ന് വിചാരിക്കും. എന്നാലോ ഈ കൂട്ടർക്കോ അസുഖങ്ങളും കൂടുതലാ. ഓവറായിട്ട് വാഷ് ചെയ്യുന്നത് കാരണം അസുഖങ്ങളും കൂടുതലാ. കാരണം ഇവര്, ഞാൻ പറഞ്ഞല്ലോ, ഇവരിപ്പോ ഒരു ഫ്രൂട്ട് സെറ്റ് കൊണ്ടുവന്നാണെങ്കിൽ അത് കഴുകി മീനൊക്കെ ആണെങ്കിൽ അത് ഉപ്പിട്ട് കഴുകി മൈദട്ട് കഴുകി അതിന്റെ കംപ്ലീറ്റ് ടേസ്റ്റും പോകും. ഇവര് ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണത്തിന് പോലും ഒരു ടേസ്റ്റ് കാണൂല. കാരണം ടേസ്റ്റിനേക്കാൾ അവർക്ക് ഫോക്കസ് എന്താ വെച്ചാൽ കഴുകി പോക്കുക. ഈവൻ എത്ര തന്നെ കഴുകിയാലും എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, ജാതിയാലുള്ളത് തൂത്താ പോല. അതുപോലെ ഈ സീ ഫിഷ് ആണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ സീ ഫിഷിന് ഇൻബിൽട്ട് ആയിട്ട് ഒരു പിന്നെ സാൾട്ട് കണ്ടന്റ് ഉണ്ടാവും. അങ്ങനെ തന്നെ കടുക്ക, ചിപ്പി, ചെമ്മീൻ അങ്ങനെ കണ്ട എല്ലാ മീനിലും ഉണ്ടാവും ഒരു പിന്നെ സാൾട്ട് കണ്ടന്റ്. നമ്മളിപ്പോ എത്ര കഴുകി കഴിഞ്ഞാലും അതിന്റെ നേച്ചുറൽ ഒരു കണ്ടന്റ് അതിന്റെ അവശേഷിക്കും. അതൊന്നും നമുക്ക് കഴുകി പോക്കാനും പറ്റൂല. അങ്ങനെ കഴുകി എല്ലാം കൂടെ വേവിച്ച് വരുമ്പത്തിന് അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി അഥവാ ഇനിയിപ്പോ അവരുണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഇല്ല, ഇനി വേറെ ആരെങ്കിലും ആ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിങ്ങനെ തറപ്പിച്ച് നോക്കി നിൽക്കും. അവർ 7 പ്രാവശ്യം കഴുകിയോ, ഉള്ളി 10 പ്രാവശ്യം കഴുകിയോ, ഇറച്ചിന്റെ ചിക്കന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ പൊക്കി ഇങ്ങനെ അല്ലെ? അപ്പൊ അവർക്ക് ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് ഇവർക്ക് ഉണ്ടാവില്ല. അത് വലിയൊരു വിഷയമാണ്. പാവാണ് ആക്ച്വലി. ഇവര് എന്താ പറയാ, അവരെ മനസ്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിലെ. അവരെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യം, നമുക്കൊക്കെ പറയാനും ചിരിക്കാനും പറ്റും. പക്ഷെ അത് അനുഭവിക്കുന്നവർക്കാണ് അതിന്റെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അല്ലെ? അങ്ങനെ എല്ലാ ഫുഡും സെയിമിലേക്ക് ഇവരിങ്ങനെ തന്നെയാണ് കഴുകി കളിച്ചിട്ട് ഈ ചിക്കൻ ആയാലും ബീഫ് ആയാലും ഒക്കെ അത് വെക്കുമ്പോൾ അതിന്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് പോയി. പിന്നെ എന്തോ ഒരു ടേസ്റ്റിലാണ് അത് കിട്ടുക അല്ലെ? അങ്ങനെ. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ വേറൊരു ലേഡി ഉണ്ട്. അവർക്ക് പിന്നെ ജനറ്റിക്കലി കുറെ ആളുകൾക്ക് മാനസികമായിട്ടുള്ളതാണ്. അപ്പൊ ഇവൾക്കും ഇതുപോലെ മാനസികം. നല്ല സുന്ദരിയായ ഒരു മോളാണ്. പക്ഷെ പിന്നെ നമ്മളൊക്കെ ഇനിയിപ്പോ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്ത ആരും ഇല്ല, ഉമ്മയില്ല. ഉമ്മ ഉണ്ട്, ഉപ്പയും ആങ്ങളമാരും ഒക്കെ മരിച്ച്. ഒരു നല്ലൊരു മോന്, ഇതൊരു നല്ല തങ്കക്കടം പോലത്തെ മോനേനും അത് ആക്സിഡന്റലായിട്ട് അതും മരിച്ചുപോയി. പിന്നെ ഓളും ഉമ്മയാണുള്ളത്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറെ കഴിയുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കും, പാവല്ലേന്ന് വെച്ചു. പക്ഷെ അവൾ അത് കൈകൊണ്ട് വാങ്ങിയില്ല, ഉമ്മനെ കൊണ്ട് വാങ്ങാനും സമ്മതിക്കില്ല. എന്നിട്ട് വാതിലിന്റെ ഒരു കുറ്റിയോ പൂക്കോ എന്തോണ്ട് അതുമ്മ കൊളുത്തിടണം, എന്നാൽ മാത്രമേ അവള് കഴിക്കുള്ളൂ. എന്നാൽ തന്നെ പിന്നെ ഒരാഴ്ച, ഒരു മാസമായാലും 2 മാസമായാലും ചിലപ്പോ 6 മാസമായവരെ കുളിക്കൂല. അങ്ങനെ സങ്കടാവും കുളിക്കാണ്ട്. എന്താ പറയാ,
ഡ്രസ്സായി, ഡ്രസ്സുമേലൊക്കെ ചേറ് പിടിച്ച് കറുപ്പ് നിറം. അപ്പൊ നമ്മളിങ്ങനെ പോയിട്ട് ചോദിക്കും, എനിക്ക് വേറെ മാക്സി കൊണ്ടുപോയി തരട്ടെ, അല്ലെങ്കിൽ ഇനി നമ്മളെ വീട്ടിൽ വന്നിട്ട് കുളിക്കുന്ന. അവളെ വീട്ടിൽ മോട്ടർ ഇല്ലായിരുന്നു ആ കാലത്ത്. മോട്ടർ ഇല്ലായിട്ടല്ലേ, വാ ഞാൻ കുളിപ്പിച്ചരാന്നൊന്നും പറഞ്ഞു. ഓ ഞാൻ വരൂല, ഞാൻ ഇവിടുന്ന് കുളിച്ചോളൂ, ഞാൻ നാളെ കുളിക്കും. അങ്ങനെ എത്രയോ ദിവസങ്ങൾ, അങ്ങനെ 2 3 മാക്സി പിന്നെ പുതിയത് ഇട്ടിട്ട് അത് 2 3 കത്തിച്ച ശേഷം 4മത്തെ മാക്സി ഈങ്ങുമ്പോഴറ്റാണ് ഇവള് കുളിക്കുക. അതും അപ്പോഴത്തേക്ക് 5 6 മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. കാണുമ്പോ സങ്കടാവും, പഠിച്ചോനെ ഈ കുട്ടിക്ക് ചൊറി വരുത്തല്ലേ എന്ന് വിചാരിക്കും. ഓൾറെഡി ഈ മാനസികണ്ട്, അതിന്റെ കൂടെ ചൊറിയും കൂടെ ആയ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമുക്കൊന്നും ചിലപ്പോ നമ്മളെ സർക്കിളിലൊന്നും അങ്ങനത്തെ ആളുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെ. അങ്ങനെ അപ്പൊ അവര് കുളിക്കാത്തതിന്റെ കാരണം എന്താ? നന്നായി കുളിക്കാം. നമ്മളൊക്കെ ഒന്ന് ടോയ്ലറ്റിൽ കയറുന്നു, ഷവർ തിരിക്കുന്നു, കഴുകുന്നു, കുളിക്കുന്നു, പോരുന്നു അല്ലെ. അപ്പൊ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുളിക്കാൻ ഒഴിവുള്ള ദിവസം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുളിക്കുക, അല്ലെങ്കിൽ മെൻസസ് കുളിക്കുമ്പോൾ കുളിക്കും. അതല്ലാണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയം കൊല്ലുക എന്നുള്ള ഒരു പരിപാടിയേ ഇല്ല അല്ലെ. അങ്ങനെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് തരാത്തത് തന്നെ വലിയ ഭാഗ്യം അല്ലെ. അപ്പം ഈ ഇവരടുത്ത് ഇടക്കിടക്ക് ഞാൻ പോയി നോക്കും. ഇനിയിപ്പോ പോയി നോക്കിയാൽ തന്നെ എന്താ കഥ വെച്ചാല്, പോയി നോക്കിയിട്ട് നല്ല ലോക്യവും വർത്താനം ഒക്കെ പറഞ്ഞ് ചിലപ്പോരോട് പറയും, നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു 10,000 ഉറുപ്പിക ഉണ്ട്, നിങ്ങൾ വെച്ചോളിന്ന് പറയും. എന്നിട്ട് അതുകൊണ്ടുപോയി വെച്ചാൽ പറയാം, ആ മുന്തസ്താത്തല്ലേ എൻ്റെ 10,000 കൊണ്ടുപോയി എന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രത്യേക തരം സ്വഭാവം. എന്നിരുന്നാലും ഒന്ന് പോയി നോക്കണ്ടേ, നമുക്കൊരു ബാധ്യത ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയി നോക്കിയതാണ് കഥ. കുളിക്കൂല, പക്ഷെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അള്ളാന്റെ ഒരു കുദറത്ത് കൊണ്ട് അതങ്ങനെ നേരെ മട്ടത്തിൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണ്. എന്തെങ്കിലും കഞ്ഞിയും വെള്ളമൊക്കെ കുടിക്കും. ഇനി ഹോട്ടലുകാരെ ഭക്ഷണമാണ്, ഹോട്ടലുകാരെ ഭക്ഷണത്തിന് വൃത്തിയുണ്ടോന്ന് കുട്ടി നോക്കാറുമില്ല, പുറത്തു പോയി വാങ്ങുന്നില്ലല്ലോ. അങ്ങനെ അപ്പം ഈ ഒസുവാസുള്ളവര് പല കാര്യത്തിലും ഒട്ടും വൃത്തിയോ നീറ്റോ അവർക്ക് ഉണ്ടാകൂല, പക്ഷെ അത് അവര് ശ്രദ്ധിക്കുന്നുമില്ല. എനിക്കറിയുന്ന വേറൊരു ലേഡി ഉണ്ട്, അവര് എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അവസാനം ഫ്രിഡ്ജുമ്മേല് വലിയ ബക്കറ്റിൽ കൊണ്ടുപോയി, അല്ലെ ഇപ്പോഴത്തെ ഫ്രിഡ്ജല്ല, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടാവില്ല, ആ ഫ്രിഡ്ജിന്റെ മേലെ വെള്ളം കൊണ്ടുപോയി ഒഴിച്ച് കഴുകും അത്രേ. അത്രയ്ക്ക് വൃത്തിയാ. അപ്പൊ ഈ രീതിയിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളൊക്കെ നമ്മളെ സമൂഹത്തിൽ ഉണ്ടല്ലേ. മാതല്ല അതിനെ തൊട്ടൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനത്തെ ഓവറായിട്ട് വൃത്തി കളിക്കുന്ന ഒരു മെന്റാലിറ്റി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇബാദത്തുകളും ചെയ്യാൻ പറ്റൂല അല്ലെ. നമ്മളിപ്പം രാവിലെ എണീറ്റ് ഇഷ്റാഖ് സ്കേച്ച് വേഗം പോയി ചായ ഉണ്ടാക്കി കഴിഞ്ഞ് പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് കാല് കടച്ചിൽ മാറ്റാൻ ലേശം കിടന്ന്, അപ്പൊ നമ്മളെ വെരിക്കോസോ മുട്ടുവേദനയോ കാലോ നീരിറക്കൊക്കെ അങ്ങ് മാറും അല്ലെ. എന്നിട്ട് ഒന്ന് വേഗം കുളിച്ച്, എന്നിട്ട് അടുക്കളയിലേക്കുള്ള പണികളൊക്കെ ഒരുവിധം ചെയ്ത് വെച്ച് 12 മണിയാകുമ്പോൾ ഒരു 11 മണിയാകുമ്പോൾ നമ്മള് ദുഹ നമസ്കരിക്കാൻ കയറി. അപ്പൊ നമുക്ക് എത്ര റെസ്റ്റ് കിട്ടി, കുളിച്ചു വൃത്തിയായി റെസ്റ്റായി, കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നാണെങ്കിൽ ദുഹറിന്റെ സമയത്ത് ആകാശലോകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ്, ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലെ. അന്നേരം നമ്മൾ ഉണ്ടാവും നിസ്കാരപ്പായിലിരിക്കുന്ന. അങ്ങനെ ഒരുപാട് പ്രതിഫലം ആര് വാങ്ങും? ഈ സാധാരണ ഈ വസുവാസ് കളിക്കാത്തവർ. പക്ഷെ വസുവാസ് ഉള്ളവർക്കോ ഒരു നിസ്കാരം തന്നെ അവർക്ക് ഒരു ഭാരമാണ് അല്ലെ. അതല്ല അങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു നമ്മൾ മൊത്തത്തിൽ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പം ഇതിന്റെയൊക്കെ പിന്നിൽ എന്താ? പിശാജിന്റെ ഇൻഫ്ലുവൻസ് ആണ് അല്ലെ. 2 ടൈപ്സ് ആണ് പിശാജ്. അതായത് ചില വിഷയങ്ങളിൽ പിശാജ് എന്ത് പറയുന്ന വെച്ചാൽ മോശമായ കാര്യം ചെയ്യാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ എൻകറേജ് ചെയ്തുകൊണ്ടേ നിൽക്കും അല്ലെ. അപ്പൊ അതിങ്ങനെ എന്താണ് കഴുകി സമയം. അപ്പം പിശാജിനറിയാം ഒരിക്കല് ഒരു ഉമ്മ കുട്ടീനെ ഇങ്ങനെ തൊട്ടിലിട്ട് ആട്ടുകയാണോല്ലേ, ആട്ടുമ്പോ ബാങ്ക് കൊടുക്കാനായിക്കുന്നോലെ. അപ്പൊ പിശാജ് പറയുമല്ലേ, ഇനി നിസ്കരിക്കാം. എന്റെ മനസ്സിൽ പറയാണ്, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോയാൽ കുട്ടി ഉണർന്നു പോകും. അത് വിചാരിച്ച് ഇങ്ങനെ ആട്ടി ഇരുന്നോലെ. അങ്ങനെ അതിനായിട്ട് പിശാജ് ഇങ്ങനെ പിന്നിൽ ഇങ്ങനെ നോക്കിയാ. അങ്ങനെ കഴിഞ്ഞ് 3:30 കഴിഞ്ഞപ്പോൾ ഇവള് എണീക്കാൻ പോയല്ലോ. അപ്പം പിശാജ് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണല്ലോ. ചിരിക്കുമ്പോൾ ചോദിച്ചാൽ, നീ എന്താ ചിരിക്കുന്ന? എന്റെ ലൊഹറ് പോയി കിട്ടിയല്ലോ, അതുകൊണ്ട് ഞാൻ ചിരിക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചീത്ത രീതിയിൽ നമ്മളെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ദുഷ്പ്രേരണ അത് നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യണം? അത് സ്വയം മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇന്ന സമയത്ത് ഇന്ന പ്രവൃത്തികളൊക്കെ ചെയ്യണം. ഇനി കുളിയായാലും ശരി, വാഷിംഗ് ആയാലും ശരി, ലോണ്ടറി ബാസ്ക്കറ്റിൽ തടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടുന്ന പ്രവൃത്തിയാണെങ്കിലും ശരി, കിച്ചൺ ക്ലീൻ ആക്കലും ശരി, എല്ലാം ഒരു പരിധി വരെ ചെയ്തിട്ട് നമ്മൾ ബാക്കി നമ്മുടെ നിസ്കാരത്തിനോ അമലുകൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രേരണ വരണം അല്ലെ.
പിന്നെ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പിശാച് ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു സപ്പോസ് TV കാണാൻ വിചാരിച്ചോളെ, TV കാണുന്നല്ലേ, അല്ലെ കുട്ടികളാവട്ടെ, കാണുമ്പോഴേക്കും ഈ കാർട്ടൂൺ കഴിയട്ടെ, അതിന്റെ അടുത്ത കാർട്ടൂൺ കഴിയട്ടെ, അത് കഴിയട്ടെ അത് കഴിയും. അത് കഴിഞ്ഞ് TV ഇങ്ങോട്ട് വെക്കുമ്പോ ഉമ്മ ഫോണും വെച്ച് ഉമ്മ നിസ്കരിക്കാൻ കയറിയിരുന്നു. അപ്പൊ മൊബൈൽ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ റീൽസ് കാണും. അപ്പൊ റീൽസ് എന്ന് പറയുന്ന ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ ചാടി അതുപോലെ തന്നെ കുട്ടിയുടെ മനസ്സും ആവുന്ന പറയുന്നത്. ശാസ്ത്രം കണ്ടുപിടിച്ചത് കുട്ടിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. മനസ്സും ഈ റീൽസ് പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് റീൽസ് അധികം കാണാൻ സമ്മതിക്കരുത് എന്ന് അറിയുന്നത്, അല്ലേ? അപ്പൊ പിശാച് എന്താക്കുക, കുട്ടീനെ സമയത്ത് നിസ്കരിക്കാനും സമ്മതിക്കൂല, സമയത്ത് പഠിക്കാനും സമ്മതിക്കൂല, ഭക്ഷണം കഴിക്കാനും സമ്മതിക്കൂല. പിന്നെ ഇങ്ങനെ ഓരോന്നിലേക്ക് വേണ്ടാത്തിലേക്ക് പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തി വെൽവിഷർ ആയിക്കൊണ്ട്, അതായത് നമ്മളോട് ഒരാൾ നല്ല രീതിയിൽ പറഞ്ഞിരുത്ത ആള് നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടാണല്ലോ പറയുന്നല്ലേ. ഇപ്പൊ ഉമ്മമാര് പറയും, മോളെ നിസ്കരിക്കും, മോളെ കുളിക്കും, മോളെ ഡ്രസ്സ് മാറ്റാ, അപ്പൊ പുറത്തുനിന്ന് അയലുമെന്ന് കൊണ്ടിട്ട് ഡ്രസ്സൊക്കെ മടക്കി എല്ലാവരും കൊണ്ടൊക്കെ ഉമ്മ നല്ല രീതി വെൽവിഷറായിട്ടാണല്ലോ പറഞ്ഞത്. അതുപോലെ പിശാച് പറയും, അല്ലേ? നീ ഒന്നെടുത്തില്ലേ, ഒന്നെടുക്കുമ്പോ നീയത്ത് വെച്ചീനോ, ഒന്നും കൂടെ പോയി ഒന്നെടുത്തോക്ക്. അപ്പൊ ശരിയാ ഞാൻ ഒന്നെടുത്തിട്ടില്ലാലോ. അപ്പൊ ഒന്നെടുത്ത് വന്നു വെച്ചെങ്കിൽ മടമ്പ് നനഞ്ഞീനോ, മടമ്പിനൊരു നനയാത്ത മാതിരി, അല്ലെങ്കിൽ വിരലൊക്കെ ചിക്ക കറ്റി കഴുകീനോ, അങ്ങനെ ഓരോന്നും വന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കിയിട്ട് വീണ്ടും ചെയ്യിച്ച് അതിന്റെ സമയവും തെറ്റും, ഇബാദത്തുകളുടെ ക്വാളിറ്റിയും കുറയും, അല്ലെ? ഞാൻ പറഞ്ഞില്ല, മറ്റുള്ളവരാണെങ്കിൽ ഇപ്പൊ ലോഹ നിസ്കരിക്കൂ, അതിന്റെ മുമ്പ് ഇശ്റാഖ് നിസ്കരിക്കൂ, ലോഹറിന്റെ പിറന്നാല് നടുവിൽ ഇതൊക്കെ എന്നൊരു 1.5 മണിയാകുമ്പത്തി ഒരു നോർമൽ ലേഡി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വസ്വാസുള്ള ഒരാൾക്കോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി അവരോട് നമുക്ക് സഹതാപമാണ് വേണ്ടിയത്, അല്ലെ? അത് മാറ്റിക്കൊടുക്കട്ടെ എന്നുള്ള ദുആ. നമ്മളങ്ങനെ അവരെ പരിഹസിക്കരുത് ഒരിക്കലും, അല്ലെ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, അല്ലെ? അതായത് നിസ്കാരം സമയബന്ധിതമായ ഒരു ആരാധന കർമ്മമാണ്. അതിൽ ഈ വസ്വാസ് ചാലിച്ചും കൊണ്ട് നമ്മൾ ഒരിക്കലും പിന്നെ വസ്വാസിൽ ഖഹരി, അതായത് വസ്വാസിൽ പിടിമുറക്കിയും കൊണ്ട് നമ്മൾ ഒരിക്കലും അമലുകളെ നീട്ടി വെക്കരുത്. ഇങ്ങനെ ഇത്തരക്കാർക്ക് നോമ്പ് പിടിച്ചാലും ഉണ്ടാവും, അല്ലെ? അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഉമിനീര് ഇറക്കിയോ, അല്ലെങ്കിൽ ഉമിനീര് വായിലുണ്ടോ, ഇനിയിപ്പോ നോമ്പ് മുറിഞ്ഞോ, അല്ലെങ്കിൽ ഇന്നലെ നോമ്പ് വെച്ചോ, നോമ്പ് ഫർലായ നോമ്പിന് തലേദിവസം തന്നെ നോമ്പ് നെയ്യത്ത് വെക്കണമല്ലോ, നെയ്യത്ത് വെച്ചോ. അങ്ങനെ ഇപ്പൊ മെൻസസ് ആയാലും ബ്ലീഡിങ് നിന്നോ, ബ്ലീഡിങ് ഉണ്ടോ, ഇനിയിപ്പൊ ഇന്ന് കുളിക്കാൻ പറ്റുമോ, കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പോയോ, അല്ലെ? ഇങ്ങനെ കളിക്കും. നമ്മളത് കെയർ ചെയ്യൂല. നമ്മൾ 7 8 ആയി കുളിച്ച് വരുമ്പം വരട്ടെ, ആ ഒരു മെന്റാലിറ്റി കൊണ്ട് നമുക്ക് ആയ ശല്യം, അങ്ങനെ പിശാചിന്റെ ഉപദ്രവം നമുക്ക് കൂടുതൽ. എല്ലാത്തിലും ഒരു യക്കീനില്ല, ഒരു ഉറപ്പ് വേണം. അപ്പൊ പിന്നെ വല്ലപ്പോഴും ഇങ്ങനത്തെ വല്ല ശല്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗാസ തേടുക. 3 പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക് തൂന്ന് പറഞ്ഞിട്ട് തുപ്പുക, പിശാചിനെ തുപ്പിക്കളയുക. അങ്ങനെ തുപ്പാന്ന് വെച്ചാൽ തുപ്പലത്തോടു കൂടി തുപ്പിടാനല്ല, വീട്ടിൻ്റെ അകത്തൊന്നും നമ്മൾ വെറുതെ തൂന്നാക്കൂല, അങ്ങനെ തുപ്പിയാൽ മതി. അതുമില്ല റജീം പറയാം. നമുക്കറിയാം നമ്മൾ അള്ളാഹുവിനെയാണോ അനുസരിക്കേണ്ടത്, പിശാചിനെയാണോ അനുസരിക്കേണ്ടത്, നമ്മൾ സ്വയം ചോദിക്കുക. നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ ചോദിക്കുക, അള്ളാഹുവിനെ അനുസരിക്കണോ, പിശാചിനെ അനുസരിക്കണം? പിശാചാണ് ആക്ച്വലി നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദുർമന്ത്രണം നടത്തുന്നത്. ഞാൻ ഒറ്റ പ്രാവശ്യമേ വുളു ചെയ്യൂ എന്ന് പറഞ്ഞ് വുളു ചെയ്താലും അള്ളാഹു ആരുടെ ഭാഗത്തായിരിക്കും നിൽക്കുക? അള്ളാഹു ആ ഒരു പ്രാവശ്യം വുളു ചെയ്ത മനുഷ്യന്റെ കൂടെ അള്ളാഹു ഉണ്ടാവും. അള്ളാഹു എല്ലാം, അല്ലെ? ഇന്നല്ലാഹ യൻളുറു, അല്ലെ? അള്ളാഹു യൻളുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹ്ക്ക് അറിയാം നമ്മൾ എന്തെല്ലാണ് ചെയ്യുന്നതെന്ന്. പിന്നെ വേറൊരു രീതിയിലുള്ള വസ്വാസം എന്താന്ന് വെച്ചാല്, ഒരിക്കൽ ഒന്നെടുത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ ഗ്യാസ് പോയോ, ബോട്ടം എയർ, അല്ലെ? ശബ്ദം വന്നോ, ഒളു പോയോ, ഗ്യാസ് വന്നോ, ഇങ്ങനെ ഗ്യാസിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഓവർ ബോധേഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിസ്കാരം ശരിയായോ, എപ്പോഴും പിന്നെ അങ്ങനത്തെ ഒരു ചിന്ത, അല്ലെ? അപ്പൊ അത് ഒളു കഴിഞ്ഞ നിസ്കാരത്തിൽ കയറിയാലേ നമുക്കറിയാം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്കൊന്നും ഒരു പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു എല്ലാം എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? എന്നിരുന്നാൽ പോലും എന്താണ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും, അല്ലെ? ഗ്യാസ് പോയോ ഇല്ലേ? ഇനിയിപ്പൊ അഥവാ ഗ്യാസിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഗ്യാസ് എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഗ്യാസ് എന്ന് പറയുന്നത് പിന്നെ സാധാരണ നമ്മളെ വീട്ടിൽ ഏത് വിരുന്ന് വന്നാലും 3 ദിവസം
നമുക്ക് അലോ ചെയ്തു. അള്ളാഹു പ്രവാചകന്റെ സുന്നത്ത് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് 3 ദിവസം വരെ അവർ നിൽക്കാം. 3-ലധികം ദിവസം നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ വന്നതെന്ന് ചോദിക്കാം, പോയിട്ടില്ലെങ്കിൽ പോണില്ലേന്ന് ചോദിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ ഗ്യാസ് ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ വരും, നമ്മളെ വയറിൽ കുടികയറി കഴിഞ്ഞാൽ അടിച്ചു പോക്കിയാലും പോകൂല എന്ന് വേണം പറയാൻ, അല്ലെ? അത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും കിഴങ്ങ് പൂള കഴിച്ചിട്ടോ വേറെ എന്തെങ്കിലോ, അല്ലെങ്കിൽ ലോങ് ടൈം വയറ് കാലിയായിട്ടോ അങ്ങനെയൊക്കെ ഗ്യാസ് കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ഗ്യാസിന് വേണ്ടിയിട്ട് 2-3 ദിവസം അടുപ്പിച്ച് ജീരക വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഗുളികകൾ കഴിച്ചിട്ട് ഗുളിക കഴിക്കാതിരിക്കുന്ന നല്ല. വേറെ ഏതെങ്കിലും രീതിയിൽ നല്ല നല്ല എക്സസൈസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ചെയ്ത് ഗ്യാസിനെ അങ്ങ് പോക്കുക, നമ്മളെ മനസ്സൊന്നും പോക്കുക, ബോഡിയൊന്നും പോക്കുക. ഗ്യാസ് വയറ്റിലുണ്ടായ വേറെ ഒരു വിഷമം എന്താ വെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ തികയൂല. അതായത് വലിയ ഒരുപാട് നല്ലോണം കത്തുന്ന തീയിലേക്ക് നമ്മളൊരു കടലാസ് ഇട്ട് കൊടുത്താൽ കടലാസ് കാണുമോ? കടലാസ് കാണില്ല. അതുപോലെ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചാൽ പിന്നെ തിന്നണമെന്നുള്ള ഇതുണ്ടാവും, ക്രേവ് ഉണ്ടാവും. അത് പിന്നെ ആർത്തി വരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഗ്യാസ് എങ്ങനായാലും മാക്സിമം പോക്കുക. ഈ ഗ്യാസാണ് ഉള്ളിൽ നിന്നുകൊണ്ട് എന്താക്കുന്നത്? നമുക്ക് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ പോയോ, കേഴുവായി പോയോ, ശരിയായ നിസ്കാരം ശരിയാ. അഥവാ ഇനി അങ്ങനെ ഗ്യാസ് പോവുകയാണെങ്കിൽ പോലും എന്താണെങ്കിലേ പ്രശ്നമുള്ളൂ, ശബ്ദത്തോട് കൂടി പോകുകയും മണം ഉണ്ടെങ്കിൽ മണവും ശബ്ദമോ ഫീൽ ചെയ്താൽ മാത്രമേ മാറ്റി നമസ്കരിക്കേണ്ടതുള്ളൂ എന്നാണ് പ്രവാചകന്റെ സുന്നത്ത്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ അതിനെയും വലിയ രീതിയിൽ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? ഇതിനൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധ, അറ്റൻഷനെ റീഡയറക്റ്റ് ചെയ്യാണ്, അല്ലെ? നമ്മളിപ്പോ ആദ്യം വുളുവിൽ കുറെ കളിച്ചു നോക്കി, അപ്പൊ വുളു നമ്മൾ മതി വിചാരിച്ച് കയറി നെയ്യത്തിൽ കളിച്ചു നോക്കി, അപ്പൊ അതിലും പോയി. അപ്പോൾ നമ്മളെ പിന്നെ നിസ്കാരത്തിലേക്ക് റീഡയറക്റ്റ് ചെയ്തിട്ട് നമ്മളെ അറ്റൻഷൻ പോക്കി വുളുവിനെ ഇഗ്നോർ ചെയ്തപ്പോ നമ്മളെ ഈ രീതിയിൽ പിശാച് നമ്മളെ ബോഡിയിൽ ഇങ്ങനെ മന്ത്രണം ചെലുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ? പിന്നെ ഒന്നാമത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ നമ്മളിപ്പോ ഒരു കറി വെക്കാൻ ഒരു ചട്ടി എടുത്താണെങ്കിൽ ആ ചട്ടി അതിനുള്ളതല്ലേ, ആ ചട്ടി മറ്റേത് ഉള്ളി വാട്ടാനുള്ളത്, ഇത് സമൂസക്ക് ഉള്ളത്, അത് മറ്റേതിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് കിച്ചണിലൊക്കെ ഇങ്ങനെ ഓരോ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച് വെക്കും. അതൊന്നില്ല. അത് ശരിയാണ്, ആക്ച്വലി ചായയും പാലും ഉണ്ടാക്കുന്ന, പായസം ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒക്കെ നമ്മൾ വേറെ തന്നെ വെക്കും. പക്ഷെ എന്തിനാലും കറിയും ഉപ്പേരി അങ്ങനെ കണ്ട സാമഗ്രികളൊക്കെ ഒന്നിൽ തന്നെയല്ല. പക്ഷെ ഈ കൂട്ടർ അങ്ങനെ ഒന്നും ഉണ്ടാക്കൂല. ഇനി അഥവാ ഏതെങ്കിലും ഒരു പുതിയ മരുമകൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൾ തൊടുന്നതൊക്കെ കുറ്റാക്കി കണക്കാക്കും. അത് തൊട്ടാ അത് അങ്ങനെയല്ലേ, ഇത് തൊട്ടാ അങ്ങനെയല്ലേ. എനിക്കറിയുന്ന ഒരു വീട്ടില് ഒരു ഹിന്ദു പെൺകുട്ടിയാണ് എൻ്റെ മോളെ കൂടെ പഠിച്ച. അപ്പൊ അവള് എഞ്ചിനീയർ ഗ്രാജുവേറ്റ് ആണ്, നല്ല ശമ്പളത്തിൽ ജോലി കയറിയാണ്. ആ അമ്മ ഒരു നായർ സ്ത്രീയറ്റാണ്. അപ്പൊ അവർ കുട്ടീനെ അടുക്കളയിൽ കയറാനേ സമ്മതിക്കില്ല. ഇവള് ഒരു കീഴ്ജാതിയാ. അങ്ങനെ ഹീമ എല്ലാ ഫുഡും അയമാണ് ഉണ്ടാക്കൽ. അയമാണെങ്കിൽ പിന്നെ ഇത് ഇറച്ചിയും ചിക്കൻ നോൺ വെജ് ഒന്നും കഴിക്കൂല. അപ്പം ഈ സ്ത്രീക്ക് എന്നിട്ട് ഇത്രയും കെയർഫുൾ ആയിട്ട് കിച്ചണിന്റെ അടുത്തേക്ക് മകള് വരാൻ പാടില്ല. വന്നാല് അവർക്ക് അശുദ്ധി ബാധിക്കും എന്നാണ്. അവളെ ഫുഡ് പുറത്ത് കൊണ്ടുവച്ചു ആ കിച്ചണിൽ അവളെ കയറ്റൂല. എന്നിട്ട് ഇത്രയും കെയർഫുൾ ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് ആ സ്ത്രീ ക്യാൻസർ വന്ന് കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് മരിക്കുന്നത്. അപ്പം നോക്കണം, ഇത്രയും വൃത്തിശുദ്ധിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോലും, എന്നിട്ട് ക്യാൻസർ ആയിട്ട് കിടക്കുമ്പോൾ പോലും ഇവളാ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോകുക. എന്നാലും വന്നിട്ട് അയമ്മന്നെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കും. എന്നിട്ട് എന്താണെങ്കിൽ ചിലപ്പോ അവരൊക്കെ വലിയ വീടല്ലേ, തറവാട് വീട്ടില് പുറത്ത് സിറ്റിംഗ് ഓഫീസ് റൂം പോലത്തെ റൂമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അസിനന്റെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ അവിടെ കൊണ്ടുവച്ച അമ്മോഷനും ഈ മരുമകളും നല്ലോണം ചിക്കൻ പൊരിച്ചതും പിന്നെ മീൻ ഫിഷ് ഫ്രൈയും അതും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവച്ച് അമ്മനോട് ചോറും വാങ്ങിക്കൊണ്ടെന്ന് പോലെ ആ റൂമിൽ വെച്ച് തിന്നു. എന്നാ ഇത് അമ്മ അറിയാനും പാടില്ല, മണക്കാനും പാടില്ല. അവർക്ക് ഭയങ്കര മണാണല്ലോ. അപ്പൊ അങ്ങനെ അത് പറഞ്ഞു വന്നത് അതല്ല, രോഗം എല്ലാവർക്കും വന്നേക്കാം. പക്ഷെ ഇത്രക്കല ശുദ്ധി കളിച്ചാലും അവർക്ക് പല അസുഖങ്ങളുടെ ടെൻഡൻസിയാണ്. അതേസമയം നോർമൽ ലൈഫ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്ക് നോർമൽ വൃത്തി, നോർമൽ ശുദ്ധി, നോർമൽ വാഷിംഗ് ആണെങ്കിൽ അവർക്കോ പ്രത്യേകിച്ച് അസുഖങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ ഈ ഇതില് സുവാസമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ നോർമൽ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വലിയ വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കളിക്കുന്ന ആളുകൾക്കാണ് എപ്പോഴും അസുഖം, പല ടൈപ്പ് അസുഖങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും നല്ല വൃത്തിശുദ്ധിയോട് കൂടി കഴിക്കുന്നത് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവാൻ വേണ്ടി, ഹെൽത്ത് പെർഫെക്റ്റ് ആവാൻ വേണ്ടി. പിന്നെ രോഗവും ബുദ്ധിമുട്ടുകളും പിന്നെ പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇനി ഓവർ വാഷ് ചെയ്യുന്നതിന് എന്താ അതിൽ അർത്ഥം, അല്ലേ? നോർമലി വാഷ് ചെയ്ത് നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല. എങ്കിൽ ഇത് ഓവറായിട്ട് കൺട്രോൾ ചെയ്ത് ഓവറായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ചിക്കനൊക്കെ അവരെ കഴുകാൻ കൊടുത്താൽ അട്ടപ്പൂരി പോവും, ചിക്കൻ തന്നെ ശവിച്ചു പോകും. അങ്ങനെ അവർ കഴുകും, അല്ലേ? അപ്പൊ
അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ഐ വിൽ നോട്ട് നെവർ റിപ്പീറ്റ് ഓൺലി വൺ ടൈം. അങ്ങനെ ഒരു ഇങ്ങനെ ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഈ കൂട്ടത്തിലുള്ള ആളുകൾ ആരെങ്കിലും വസ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യുക ഇല്ല അല്ലെ. ഞാൻ ഒറ്റ പ്രാവശ്യമേ കഴുകുള്ളൂ അല്ലെ. തബാറകസ്മു റബ്ബിക ദാദൽ ജലാലി വലിക്റാം അല്ലെ. ഇറാലു താമ, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. ആരാ ഇഗ്നോർ ചെയ്യുന്നത്? അള്ളാഹുവിനെയാണോ? അല്ല, ഇബ്ലീസിനെ ഇഗ്നോർ ചെയ്യുക. ഞാൻ ഒറ്റ പ്രാവശ്യമേ ഒളു ചെയ്യൂ, ഒറ്റ പ്രാവശ്യമേ നെയ്യത്ത് ചെയ്യൂ. ആ നെയ്യത്ത് ഞാൻ ചെയ്തു, അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കും. കാരണം ഞാൻ ഒസ്വാസ് എന്നൊരു മെന്റൽ സ്റ്റേറ്റ്മെന്റിന്റെ ഉടമസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഇബ്ലീസിനെ സഹകരിക്കുന്നില്ല, ഇബ്ലീസിനെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഒറ്റ പ്രാവശ്യമേ ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ കൂട്ടത്തിലൊക്കെ ആരെങ്കിലൊക്കെ കറക്റ്റ് സമയത്തൊന്ന് നിങ്ങൾ നിസ്കരിച്ചു നോക്കി. ഇതൊന്നും പലപ്പോഴും ഒരിക്കലും ഇവർക്ക് ഫർള് ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കാര പായിലെത്താൻ പറ്റൂല. സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ ലാട്രിയിൽ പോയി, അങ്ങനത്തെ ഈ കുട്ടിയുടെ വലിയൊരു പ്രശ്നം എന്താ, ഹജ്ജിനും ഉംറക്കും ഒക്കെ അവരെ കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കോമൺ ടോയ്ലറ്റ് ആയിരിക്കുമല്ലോ. ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന, മക്കത്തും പിന്നെ മീനയിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിയല്ലേ ടോയ്ലറ്റിനൊക്കെ. അധിക സമയം ഒന്നും ഇരിക്കാനോ അതിസമയം ഉള്ളെടുക്കാനൊന്നും പറ്റൂലല്ലോ. ഇവരിത് തട്ടം കെട്ടി മേലോട് ചുറ്റിക്കെട്ടി നിസ്കരിക്കുമ്പോൾ ഒരു ഡ്രസ്സ്, ഉള്ളെടുക്കുമ്പോൾ വേറൊന്ന്, അത് കഴിഞ്ഞിട്ട് വേറൊന്ന്, ഇങ്ങനെ തെറിക്കുന്നതിന് വേണ്ടി പൊന്തിച്ച് 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 മേലെ കയറ്റി പിടിക്കും അല്ലെ. അങ്ങനെയൊക്കെ വല്ലാത്തൊരു കളി. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ പിന്നെ ആണെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും യൂസ് ചെയ്യൂല. പബ്ലിക് ടോയ്ലറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അവിടെയൊക്കെ കഴുകി ഇതാക്കിയിട്ട് ഉപയോഗിക്കുള്ളൂ. അതുപോലെ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ ചുരിദാറും അണ്ടർവയറും ഒക്കെ അഴിച്ചു വെച്ചിട്ട് പോകണം. ഇതൊക്കെ വെറുതെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്, നമുക്ക് തോന്നലാണ്. നമ്മൾ അങ്ങനെ തന്നെ ഇപ്പൊ ടോയ്ലറ്റിൽ പോയി കഴുകി വന്ന് ഇനിയിപ്പൊ ചാതി എടുത്ത് ടിഷ്യൂ ഉണ്ട്, ടിഷ്യൂ കൊണ്ട് തുടച്ചിങ്ങ് പോരണം അല്ലെ. ഇനിയിപ്പൊ അഥവാ വല്ല പ്രശ്നം ഉണ്ടായി വന്നാ പിന്നെ നമ്മൾ ആ ഡ്രസ്സുകളൊക്കെ പിന്നെ നമ്മള് അലക്കാനിടുമല്ലോ അല്ലെ. ഇങ്ങനൊക്കെ ശ്രദ്ധിക്കുന്ന ഇവരും ഈ അത് ഇത്രയൊന്നും കെയർ ചെയ്യാണ്ട് നടക്കുന്ന നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മളാണ് അവനേക്കാളും ബെറ്റർ അല്ലെ. നമ്മളല്ലേ ബെറ്റർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ കളിക്കുന്ന ആളുകളെക്കാൾ എത്രയോ ബെറ്റർ നമ്മളാണ്. അപ്പം പിന്നെ ഇവർക്ക് ഇതാണ് ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാനൊക്കെ മുട്ടിക്കഴിഞ്ഞാല് ടൂറിസ്റ്റ് പ്ലേസിലൊന്നും പോയാൽ അവര് മൂത്രമൊഴിക്കൂല അല്ലെ. അതുപോലെ യൂറോപ്യൻ ക്ലോസറ്റ് അവർ തീരെ യൂസ് ചെയ്യൂല. യൂറോപ്യൻ ക്ലോസറ്റ് ആരൊക്കെ ഇരുന്നതാ, ആരൊക്കെ ഇരിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? ഒരു ബസ് കയറിയാൽ ആരൊക്കെ ഇരിക്കുന്നതാ. പണ്ടൊക്കെ പറയും ഹിന്ദുസ് മൂത്രമൊഴിച്ചാൽ കഴിയില്ല, പക്ഷെ ഇപ്പോഴൊക്കെ അവർ നീറ്റാണെന്ന് തോന്നുന്നു, അല്ലാഹു അലം എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഇതിനൊരു പിന്നെ സ്കാൻ ചെയ്യാനൊരു പിന്നെ സ്കാനിങ് മെഷീൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ആരോ കിടന്ന ഏതൊക്കെയോ ആണുങ്ങൾ. ഒരു ട്രെയിനിൽ പോയാൽ നമുക്ക് പുതപ്പ് തരും, ഫസ്റ്റ് ക്ലാസ് എ സി സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയുന്ന, അല്ലാഹു അലം അത് വാഷ് ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. ചിലപ്പോൾ അയൺ ചെയ്തിട്ടൊക്കെ കൊണ്ടുപോയി തരുന്നതായിരിക്കും അല്ലെ. അങ്ങനെ അതിന്റെ ട്രെയിനിൽ ഇരിക്കുകയാണെങ്കിലും അതെ. ഇനി ഒരു ഹോസ്പിറ്റലിലോ വേറെ എവിടെയെങ്കിലും പോയാലോ ആരെങ്കിലൊക്കെ ഇരുന്ന് നമുക്കായിട്ടൊരു പുതിയ ചെയർ ഉണ്ടാക്കിയിട്ടോ നമുക്ക് എവിടെ പോയി ഇരിക്കാൻ പറ്റൂല. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ തറവാട് വീട് കോഴിക്കോട് ബീച്ച് ഹോട്ടൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ബീച്ച് ഹോട്ടൽ, ഈ ലവ് മൈ ബീച്ച് എന്ന് പറയുന്ന അതിന്റെ അടുത്താണ്. അവിടെ ആയിരുന്നു എൻ്റെ വീട്. അപ്പൊ അവിടെ ഇതുപോലെ ഒരു മക്കളില്ലാത്തൊരു സ്ത്രീ ഉണ്ട്, നല്ലോണം വെളുത്ത് മെല്ലിച്ചിട്ടാ. അവര് ക്ലീൻ ചെയ്ത് കിടക്കയില് ബെഡ്ഷീറ്റ് വിരിക്കൂല, ആരെങ്കിലും വന്നാൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് വെറും കിടക്ക. അതുപോലെ കസാല വാഷ് ചെയ്ത് നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട്, അന്ന് പൈപ്പൊന്നുമില്ല, കിണറിൽ കെട്ടി തൂക്കിയിട്ട് കിണറിൽ മുക്കിയെടുക്കും ചെയർ. അത്രമാത്രം വിശ്വാസം. കാരണം അവർക്ക് അത് അങ്ങനെ കളിച്ചാൽ മതി, കുട്ടികളില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പണികളൊന്നുമില്ല, വേറെ ചിന്താഗതികളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ അത്രയും പല രീതിയിലുള്ള വിശ്വാസുകളുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ മനസ്സിനോട് തന്നെ എപ്പോഴും നമ്മൾ വിരൽ ചൂണ്ടുന്നത് അന്യന്മാരുടെ അടുത്തേക്കാണ്. ഈ പ്രാവശ്യം ചൂണ്ടുമ്പോൾ നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ ചൂണ്ടുക. നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? അള്ളാഹുവിനെയാണോ പിശാചിനെയാണോ? ആരെയാ അനുസരിക്കേണ്ടത്? അള്ളാഹുവിനെയാണോ പിശാചിനെയാണോ എന്ന് സ്വയം ചോദിക്കുക അല്ലെ. ഒരിക്കലും ഞാന് പിന്നെ എങ്ങനെ ഒറ്റ പ്രാവശ്യമേ പോലും ചെയ്യൂ. ഒരു പ്രാവശ്യം ഇഹ്റാം ചൊല്ലി കൈകൾ കെട്ട് അള്ളാഹു അക്ബർ എന്നാണ് ഒറ്റ പ്രാവശ്യം കെട്ടുക. അത് നന്നായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അള്ളാഹു എനിക്ക് പുറത്ത് തരും എന്നൊരു നെയ്യത്തിൽ അല്ലെ അങ്ങനെ കെട്ടുക. അതായത് ഇവരെ മെന്റൽ സ്റ്റേറ്റ് ശരിക്കും വളരെ ആക്ച്വലി പരിതാപകരമാണ് അല്ലെ. അവരെ നമ്മൾ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. അവർക്ക് മനസ്സമാധാനം ഉണ്ടാവൂല അല്ലെ. അപ്പം ഒരു ഉമ്മ എന്നോട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞാണ്, നല്ല മോളൊക്കെയാണ്, ഉമ്മയും നല്ല സ്നേഹത്തിലാണ്, ഉമ്മ അതുപോലെ പോറ്റിയ മോളാണ്, പക്ഷെ ഞാൻ ഉപ്പ അവിടെ പോയി
പിറ്റേന്നോള ഞാനിങ്ങോട്ട് വന്ന ഉടനെ ആ ബെഡ്ഷീറ്റൊക്കെ ഉള്ളെടുത്ത് മാറ്റിക്കാളൂ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഉമ്മ എപ്പ ആരോ വിരുന്നാരൊക്കെ ഒന്ന് വന്ന് കിടന്ന് എണീറ്റ് പോവും. അവരെന്താ കക്കൂസ് പോയിട്ട് കഴുകാണ്ടൊക്കെ വന്നിട്ട് ആ ബെഡ്ഷീറ്റിൽ ഇരിക്കുന്ന നമ്മളെ ഉമ്മ എപ്പ അനിയത്തി ആരെങ്കിലും ആവട്ടെ അല്ലേ. അഥവാ നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴെങ്കിലും വാഷ് ചെയ്യുമ്പോൾ എടുക്കുകയല്ലാണ്. അപ്പൊ അവര് മുമ്പ് അപ്പൊ ഉമ്മ പറയാ വളരെ വിഷമത്തോടു കൂടി ഓക്കെ അതൊരു പണി. അപ്പൊ ഉമ്മ മനസ്സിലാക്കും എനിക്ക് വൃത്തിയായിട്ടാണ് ഓൾ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ നോക്കി അവരെ മനസ്സിലൊരു വിഷമം അങ്ങനെയൊക്കെ പല ജാതി. പക്ഷെ ഈ ആക്ച്വലി ഈ കുട്ടിക്ക് ഉമ്മനോട് സ്നേഹമില്ലായിട്ടൊന്നും അല്ല. അപ്പൊ അവളെ തോന്നലാ അവര് കടന്നു അത് എണീക്കട്ടെ. ഈ ഉമ്മന്റെ മടിയിലും ഉമ്മന്റെ ഗർഭപാത്രത്തിലും ഉമ്മന്റെ മുലപ്പാലും ഒക്കെ കുടിച്ചിട്ടല്ലേ നമ്മൾ വളർന്ന് ഇത്ര ആയത് എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ല അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവര് നല്ല ഡ്രസ്സ് ഒരിക്കലും ധരിക്കൂല. അവര് നല്ല ഡ്രസ്സൊക്കെ മടക്കി മടക്കി ഭയങ്കര ചെത്താക്കിയിട്ട് അലമാരിക്കകത്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഇനി അഥവാ അവര് ഡ്രസ്സ് ഇടാൻ നിങ്ങളെ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നരച്ചതായിരിക്കും. കാരണം ഈ ദിവസവും വാഷ് ചെയ്ത് അലമാരിയിൽ മടക്കിയേക്കും. ദിവസം വാഷ് ചെയ്ത എല്ലാം പെയ്ഡായിരിക്കും, നരച്ചിട്ട് കിട്ടും അല്ലെ. പിന്നെ ആണെങ്കിൽ ഇവരൊക്കെ ഈ ടീംസിന് വേറെ ഇതെന്ന് വെച്ചാൽ നല്ലോണം സ്മെല്ലുണ്ടാവും, വെറ്റ് സ്മെല്ല് അല്ലെ. അതായത് ഇവര് നല്ല ഡ്രസ്സ് ഇവർക്ക് ഇടാൻ മടിയാണ്. പണിയെടുത്തെടുത്തെടുത്ത് ഇവര് എല്ലാം കൂടെ വേർത്ത് നാറി ഒരു കോലത്തിലായിരിക്കും. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും രാവിലെയൊക്കെ പണിയെടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വൃത്തിയിൽ മാറ്റി മുടിയൊക്കെ ഒന്ന് വാരിയൊക്കെ ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിക്കും. ഇവർക്ക് അപ്പോഴും അത് തീർന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ച ഒന്നിട്ട് കഴിയില്ല, പോകാനും കഴിയൂല അല്ലെ. പിന്നെ ഡ്രസ്സ് വലിയൊരു പ്ലസ് പോയിന്റ് വെച്ചാൽ അലമാരിയിലെ ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ധരിച്ചാൽ മുഷിഞ്ഞു പോകുമോ എന്ന് കരുതി ഡ്രസ്സ് അലമാരിയിലൊക്കെ ഇതാവും. പിന്നെ എവിടെ പോയാലും എല്ലാറ്റിന്റെയും ഉള്ളും പാർത്ത് നോക്കും അല്ലെ. ഇവരൊരു പ്രത്യേക സ്വഭാവം. അവര് കട്ടിലിന്റെ ഉള്ളിൽ എന്തോ പൊടിയുണ്ടോ, അതിൽ അടുക്കളയിലൊക്കെ വൃത്തിയുണ്ടോ ഇങ്ങനെ നോക്കൂ അല്ലെ. പിന്നെ ആണെങ്കിൽ ഈ കൂട്ടർക്ക് സെർവൻസിനെ നിർത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ ജോലിക്കാരെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്ത് പിന്നാലെ നടക്കും. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, മറ്റേതാക്കിയില്ല എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാർ മാത്രമേ ഇവരെ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. എല്ലാവർക്കും ഒന്നും ഈ കൂട്ടരെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റൂല അല്ലെ. ഇനി ഹോട്ടലിൽ വരെ അവര് പിന്നെ കിച്ചണൊന്നും മെല്ലെ പോയി പാർത്ത് നോക്കി വരും. കൈ വാഷ് ചെയ്യാൻ പോകുന്നിടത്തായിരിക്കല്ലോ അല്ലെ. അവരെ വിചാരം അങ്ങനെ നോക്കി കഴിഞ്ഞാലായിന്ന. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോണ ഹോട്ടലിൽ അവർ എത്ര പ്രാവശ്യം കഴുകിയിട്ടുണ്ടോ ഒന്നും നമ്മൾ അറിയുന്നില്ല അല്ലെ. നമുക്ക് നല്ല ടേസ്റ്റ് തരുമ്പോ നമ്മളത് കഴിക്കും. അത് തന്നെ, അത് വിസ്മീൻ ചൊല്ലി കഴിച്ചാൽ ബാക്കി അള്ളാഹു തവക്കൽത്തു അലല്ലാഹ്, അള്ളാഹു കാക്കും അല്ലെ. പിന്നെ ടോട്ടലി അവരെ കാണാൻ ഒരിക്കലും ഒരു എലിഗന്റ് ഡ്രസ് ലുക്കിംഗ് കാണാനേ ഇല്ല അല്ലെ. എത്ര വലിയ മുതലാളിന്റെ ഭാര്യയാണെങ്കിലും എത്ര നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിലും അവര് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിങ്ങിന്റെ ഒരു നീറ്റ്നെസ് അവരൊരിക്കലും കാണൂല അല്ലെ. പിന്നെ ഇനിയിപ്പോ അവരെവിടെങ്കിലൊക്കെ പോവാണെങ്കിൽ ഞാൻ വീട്ടിലില്ലാല് കുട്ടികൾ എന്താക്കും, മോളെന്താക്കും, ഭർത്താവ് എന്താവും, ഞാൻ പിന്നെ ഗ്രാൻഡ് ചിൽഡ്രൻ പേരക്കുട്ടികൾ എന്താക്കും, ഇങ്ങനെ ടോട്ടലി മെന്റലി അവർ ഡിപ്രസ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളെവിടെയും പോകണോ, നമ്മളെ വിളിച്ച് നമ്മൾ പോവുക, പേരക്കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം അവരെ ഉമ്മക്കാണ്. അത് നോക്കട്ടെ, അവരിതാക്കട്ടെ, എന്റെ ഹസ്ബൻഡിനെ ഒന്നും ഒരു നോക്കട്ടെ, അങ്ങനല്ലേ അല്ലെ. ഇപ്പൊ ഞാനിപ്പോ എവിടെയെങ്കിലും പോകണമെന്നുണ്ട്, എന്റെ പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ ഉപ്പനങ്ങൾ നോക്കണമെന്നും പറഞ്ഞ് പോകണം. എങ്കിലേ എന്താവുള്ളൂ, അവർക്കൊരു ഉപ്പനെ നോക്കാനും അവരെ കുട്ടികളെ ഒറ്റക്ക് നിന്ന് നോക്കാനും ഭക്ഷണം തീരുമ്പോ വേറെന്തെങ്കിലും ഉണ്ടാക്കാനും അതിനൊക്കെ ഉള്ള ഒരു എബിലിറ്റി അല്ലെ, അതിനൊക്കെ ഒരു പക്വത വരുള്ളൂ. ഇപ്പൊ ഉച്ചക്ക് വെച്ച ചോറ് തീർന്നു പോയെങ്കിൽ രാത്രി വേറെ കറി ഉണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. അതെപ്പോഴും നമ്മൾ ഉരുട്ടി വായിലിട്ട് കൊടുത്താല് അവർക്ക് നല്ല സുഖാണ്. നമ്മളിങ്ങനെ വസ്വാസ് കളിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് നല്ല സുഖ. ഒരു രസകരമായ ഒരു കഥ ഉണ്ടെന്ന് വെച്ചാല്, ഒരിക്കല് ഒരു വീട്ടില് ഭർത്താവ് നല്ല ഭംഗിയുള്ള കണ്ടംപററി വീടൊക്കെ എടുത്തു, എല്ലാം നീറ്റാക്കി, അകവും ഡൈനിങ് ടേബിളും 2 ഡൈനിങ് ടേബിൾ തന്നെ ഉണ്ട്, ഒന്ന് കിച്ചണിലുണ്ട് ഡൈനിങ് ഹാളിലുണ്ട്, അങ്ങനൊക്കെ. അപ്പൊ ഒരു ദിവസം ഉച്ചക്ക് ഇയാള് ചോറുണ്ണാൻ വരും. അപ്പൊ ഇവളെല്ലാം ക്ലീൻ ചെയ്ത്, പണിക്കൊന്നും ആളില്ല കേട്ടോ, ഭയങ്കര വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് അയാൾക്ക് ഫുഡ് എവിടെ വെച്ചെടുത്തെന്ന് അറിയാം. അടിപൊളി അടുക്കള കൊലായി ഉണ്ട്, ടൈലൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിക്കണം. അവിടെ ഫുഡ് കൊണ്ടുപോയി വെച്ചെടുത്ത് അയാൾ എന്താ പണിയെടുത്താൽ മുഴുവൻ കഴിച്ച് എന്തെല്ലോ ചല്ലും മുള്ളൊക്കെ ഉള്ള മാന്തി അതിൽ അങ്ങനത്തെ എന്തോ വിടക്ക് മീനാണല്ലോ
ആ വേസ്റ്റ് കൊണ്ടുവന്ന് നടുത്ത് അവിടെ ഇട്ട് കാലുകൊണ്ട് അങ്ങോട്ട് ചവിട്ടി പുരട്ടി കളഞ്ഞ പോലെ. എന്നിട്ട് പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു വീടും ഇതിന് മാത്രമുള്ള സൗകര്യവും എനിക്ക് കഴുകാനും വാഷിങ്ങിന് ഹാർപ്പിക്കും വിംകട്ടയും വിമ്മും ഒക്കെ വാങ്ങി തന്നിട്ട് ഞാനിത് അടുക്കള കൊലായിൽ അണ്ണാച്ചി ഭക്ഷണം കഴിക്കും പോലെ കഴിക്കണല്ലേ, ഇനി മേലാൽ എനിക്ക് ഇറ്റാ പൂതി ഉണ്ടാവരുത് എന്നും പറഞ്ഞിട്ട് ആ ഫുഡ് എടുത്ത് അയാൾ എന്ത് പണിയെടുത്തോലെ നടുത്തിട്ട് കാലുകൊണ്ട് അങ്ങോട്ട് ചവിട്ടി പരത്തി കൊടുത്തോലെ, മീനും മുള്ളും എല്ലാം. അപ്പൊ നോക്കണം, അവളൊരു മാനസികാവസ്ഥ ഇവിടൊക്കെ നന്നാക്കി വെച്ചതാണ്, ഇനി ചീത്തായി പോവും. ഇതിപ്പോ ആർക്കാ അതിപ്പോ ഉണ്ടാക്കി വെച്ചത്? ആരാ ഉണ്ടാക്കി വെച്ചത്? അയാള് അല്ലേ? അത് അയാൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്തു വെച്ച സൗകര്യങ്ങളാ. അങ്ങനെ എല്ലാ തരത്തിലും അത് കാരണം ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മനസ്സിന്റെ ഒരു അസ്വസ്ഥത ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോ. മിതമായ ശുചിത്വമുള്ളവർ മനസമാധാനത്തോടെ നമസ്കരിക്കുന്നു, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നു. അവര് രാവിലെ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് ചായ കഴിഞ്ഞാൽ ലേശം ഒന്ന് കാല് കഴപ്പ് മാറ്റാൻ വേണ്ടി കിടക്കുന്നു, ഒരുപാട് ദിക്ർ എടുക്കുന്നു അല്ലെ, എന്തെല്ലാം ചെല്ലുന്നു, എന്തെല്ലാം കൂലി അവർക്കുണ്ട്. അവര് ഇടക്കിടക്ക് നോമ്പ് നോൽക്കുന്നു, അവർക്ക് അസുഖങ്ങൾ കുറവാണ്. അപ്പൊ ഇതൊക്കെ ആർക്കാണ്? വസ്വാസ് ബാധിച്ചവർക്ക് ഈ രീതിയിലൊക്കെ ഇബാദത്തൊക്കെ ഒരുപാട് കുറയും അല്ലെ. അപ്പം ഇവരെ ഒരു മെന്റൽ സ്റ്റേറ്റ്മെന്റ് ആണിത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ് ഒന്ന് മാറ്റിയിട്ട് ഇനി മുതൽ എനിക്കിനി വസ്വാസ് ഇല്ല അല്ലെ. വസ്വാസ് എങ്ങനെ മാറ്റാൻ നോക്കാം അല്ലെ. വസ്വാസിനെ മാറ്റാനുള്ള ഏറ്റവും നല്ല പണി എന്താന്ന് വെച്ചാൽ അതിനെ അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. അതായത് ഇത് ഹദീസ് ഖുർആനൊക്കെ മുഖാന്തരം പണ്ഡിതന്മാരെ ക്ലാസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഇതിനെ അവഗണിച്ച് കളയുക അല്ലെ. ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മോട് കൽപ്പിക്കുമ്പോ, ഇപ്പൊ നമ്മള് ഈ ചിക്കനും മീനും ഒക്കെ വാഷ് ചെയ്യുമ്പോൾ 3 or 4 ഏറി വന്നാൽ അത്ര മതി, അതിലധികം കഴുകി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അത്ര കഴുകി ഊറ്റി വെച്ചാൽ ബ്ലഡ് വാർന്നോളൂ അല്ലെ. ഊറ്റിയിട്ടില്ലെങ്കിൽ പിന്നെയും ബ്ലഡ് വരും. അങ്ങനെ കഴുകിയിട്ട് പിന്നെയും കഴുകാൻ പറയും, ഇനി ഞാൻ കഴുകൂല, ഇത്ര മതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊടുക്കുക അല്ലെ. അതുമേലെ നിർത്തുക അല്ലെ. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഖുർആൻ പാരായണം ചെയ്യാൻ എടുക്കുക. ഇവർക്ക് ഖുർആൻ ഓത്ത് വളരെ കുറവായിരിക്കും. കാരണം ഇതെല്ലാം കഴിയുമ്പോഴത്തേ തന്നെ നിസ്കാരത്തിന്റെ സമയം തെറ്റിക്കാണും. അപ്പൊ അവര് ഓത്തും കുറയും. അപ്പൊ ഫതഹത്തുൽ ഖുർആനു ലിയഖ്റ വ യുവസ്വിസു ഫീഹിൽ ഖുർആൻ അല്ലെ. അവര് ഖുർആൻ ഓതാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെയും വരും. അവിടെ അങ്ങനെ വരിക, ഔദു ചെല്ലിയോ ഇല്ലേ, അല്ലെ ബിസ്മി ചെല്ലിയോ ഇല്ലേ, അല്ലെ വുളു എടുത്ത് ശരിയായിരുന്നു, ഡോൺ കെയർ. അതേലും വുളു ശരിയായിട്ടില്ലെങ്കിൽ എന്ത് ഖുർആനിലെ ഖുർആൻ ഓതാ ശരിയാ, ഖുർആൻ ഓതാൻ വുളു വേണം. അങ്ങനെ തുടർന്ന് ഇങ്ങനെ പിന്നെ ഒരു 10 ആയത്ത് ഓതി കഴിഞ്ഞാൽ ശരിയായില്ല, ഒന്നും കൂടെ ഓതിയാലോ. അപ്പൊ എന്താക്കണം, വല തെത്രുക്കൽ ഖുർആൻ അല്ലെ. ഖുർആൻ ഒരിക്കലും ഉപേക്ഷിക്കരുത്, വീണ്ടും വീണ്ടും ഓതുക. എപ്പം നിർത്താൻ പറയുന്നു അപ്പം വീണ്ടും 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 ഓതുക. അപ്പൊ എന്തായി, ഇബ്ലീസിനെ ഇഗ്നോർ ചെയ്യുന്ന പണിയാ അല്ലെ. അങ്ങനെ ചെയ്യുമ്പോ ഇതാ ഫാൽത്തഹ അതാ സബർത്തക്ക, നല്ല ക്ഷമ വേണം അല്ലെ. മനഃപൂർവ്വം ക്ഷമിക്കണം, ഞാൻ ഇതിനെ ഇഗ്നോർ തന്നെ ചെയ്യും, ഇന്നെ ഞാൻ ശ്രദ്ധിക്കൂല. ഇപ്പം ഓതെടുത്ത് ഖുർആൻ ഇപ്പൊ ഇബ്ലീസിനെ പോക്കാനുള്ള ഒരു പണി അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാ, ഇഗ്നോർ ചെയ്യാ, ഖുർആൻ ഓതാനിരിക്കുക. അപ്പൊ ഖുർആൻ ഓതുമ്പോ എന്താക്കും, അത് നിർത്താൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയും അല്ലെ. അപ്പൊ എന്താക്കണം, അവർ ഇന്നല്ലാഹു തആല തബവഉ അൻ ഉമ്മത്തി മാ വസ്വസല്ലാഹു ബിഹി സുദൂറഹ മാലം തഅമൽ ബിഹി ഔ കസബ അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല വസ്വാസ് ചെയ്യുന്നവരോട് എന്താണ് പറയുന്നത്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാ. ബാബുൽ വസ്വാസ് എന്ന് പറഞ്ഞിട്ട് ഒരു വസ്വാസിന്റെ ഒരു അധ്യായം തന്നെയുണ്ട്. ഇത് മുത്തഫഖു അലൈഹി ആയ ഹദീസാണ്. അത് ഒരിക്കലും തന്നെ വസ്വാസ് കാരണം വീണ്ടും വീണ്ടും ചെയ്യണ്ട, അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. അതായത് നിങ്ങൾ വുളു ചെയ്ത് ശരിയായിട്ടില്ലെങ്കിലും അള്ളാഹു പുറത്തു തരും, നിങ്ങളെ നെയ്യത്ത് ശരിയായിട്ടില്ലെങ്കിലും അള്ളാഹു പുറത്തു തരും, നിങ്ങൾ കൈകെട്ടി അള്ളാഹു ഒക്കെ അവർ പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് നിങ്ങൾ അതൊരിക്കലും ശ്രദ്ധിക്കരുത്, ഇഗ്നോർ ചെയ്യണം അല്ലെ. അപ്പൊ മനസ്സിന്റെ വസ്വാസ് അനുസരിച്ച് മുന്നോട്ട് പോകരുത് അല്ലെ. തബാറകസ്മു റബ്ബിക ദാദൽ ജലാലി വൽ ഇക്റാം അല്ലെ. നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു തആല ഉന്നതനും ആദരണീയനുമായ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അഫൂൻ അതായത് പുറത്ത് തന്നിട്ടുണ്ട് പോരെ. പിന്നെ ഇബ്ലീസിനെ ലവ് ചെയ്യണോ അള്ളാഹിനെ ലവ് ചെയ്യണോ? അള്ളാഹിനെ ലവ് ചെയ്യുക തന്നെയല്ലേ. അള്ളാഹു അല്ലേ നമുക്ക് പുറത്തു തരുന്നത്. നമ്മളെ ഉളു ശരിയായിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ചിന്തകൾ ഉള്ള ആളുകൾ മനസ്സിലാക്കേണ്ട പ്രത്യേക കാര്യം, അള്ളാഹു നമുക്ക് പുറത്തു തരുന്ന തമാം അല്ലെ, പൂർണ്ണമായിട്ടും അവരെ അവഗണിക്കുക അല്ലെ.
അത് അവഗണിച്ച് കഴിഞ്ഞാൽ ഇന്ന റബ്ബക റഹ്മാന് ഫത്തബിഊനി വഅതിഉ അംരി ല്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല എന്നത് പരമകാരുണ്യകനാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ അനുസരിക്കുക, വഅതിഉ നിങ്ങൾ എന്നെ പിന്തുടരുക, എന്നെ അനുസരിക്കുക അല്ലെ. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് അല്ല, സൂറത്ത് താഹയിലെ ആയത്താണ്. അപ്പൊ അത് ഹദീസല്ല, ആയത്താണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താക്കാം, വത്തബിഊനി വഅതിഉ അംരി ല്ലേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നെ അനുസരിക്കുക, എന്നെ പിന്തുടരുക, അതും മതിലേ. വലാ തത്തബിഉ അഹ്വാഅക്കും ല്ലേ, നിങ്ങൾ ദേഹേച്ഛയെ പിന്തുടരരുത്. അപ്പൊ ഇത് മനസ്സിലാക്കുക. നമുക്ക് എന്തെങ്കിലും വസ്വാസ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വാശി പിടിച്ച ഒറ്റ പ്രാവശ്യം, നമ്മളൊക്കെ ഒരു പ്രാവശ്യം ഒന്നും എടുത്തിട്ടല്ലേ സ്കരിക്കുന്നത്, എന്നിട്ട് നമുക്കെന്തോ സംഭവിക്കുന്നുണ്ടോ അല്ലെ. ഒരാള് 70 പ്രാവശ്യം ഒതു എടുക്കാൻ നിന്ന് വെച്ച് വലാ തഫ്അൽ ദാലിക ല്ലേ, അപ്രകാരം ഒരിക്കലും ചെയ്തു പോകരുത്. അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്തതാണല്ലേ പിശാചിനെ അനുസരിക്കുക എന്നുള്ളത് ല്ലേ. സൈക്കോളജിക്കലി പറഞ്ഞാൽ OCD, അതായത് ഒബ്സസീവ് ല്ലേ, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചിന്താഗതിയാണ് ല്ലേ. അതങ്ങനെ ചെയ്യെന്നും പറഞ്ഞ് മീൻ കഴുകുകയാണെങ്കിൽ കഴുകിയത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ അടിക്കടി ചിന്ത, അതുപോലെ കമ്പൾസീവ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, ഒരു ഉൾപ്രേരണ അല്ലെ. അങ്ങനെ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചിത്തഭ്രമം, ഇത് കുറേ മൂത്ത് കഴിയുമ്പം അവർക്ക് അത് മാനസികമായിട്ടും പിന്നെ പല പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവും എന്നാ പറയുന്നത്. മാത്രമല്ല പിന്നെ ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല, പേടി വരും, കുറച്ച് കഴിയുമ്പോൾ പേടീന്റെ ഒരു അസുഖം വരും. അങ്ങനെയൊക്കെ ഇത് വളർന്ന് വളരെ മോശമായ രീതിയിലേക്കൊക്കെ വരും. അപ്പൊ ഒരുപാട് കൗൺസിലിങ്ങോ കാര്യങ്ങളോ അത് മാറാൻ വേണ്ടി ഇപ്പൊ ഒരുപാട് സൈക്കോളജിക്കൽ ടേംസ് തന്നെ ഉണ്ട്. ഈ പറഞ്ഞതൊക്കെ ഖുർആനികപരമായിട്ടാണ്, അതല്ലാണ്ടും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ഇങ്ങനെ വാഷ് ചെയ്യൂ, ഞാൻ ഇങ്ങനെ കുളിക്കൂ, അതുപോലെ ദിവസവും വീട് തുടക്കുക, ദിവസവും വാഷ് ചെയ്യുക, അതൊക്കെ നിർത്തുക. കാരണം ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. ഫിസിക്കൽ ആക്ഷൻ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വിചാരിച്ചു കൈ കഴുകുമ്പോൾ കൈ കഴുകി തിന്നാണ്, പ്ലേറ്റ് കഴുകിയത് നന്നായിനോ, ഇങ്ങനെ ഓരോ കണ്ടീഷൻ ടേംസ് മനസ്സിലിങ്ങനെ തോന്നിച്ചു കൊണ്ടിരിക്കുക അല്ലെ. കുളിക്കുകയാണെങ്കിൽ ഇത്രയും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു നോർമൽ ഒരാള് ഒരു 5 മിനിറ്റ് കൊണ്ട് കുളിച്ചു വരുന്നതല്ലേ, നിങ്ങൾ വീണ്ടും എത്ര സോപ്പാ തീർക്കുന്നത്. ഇങ്ങനെ കുളിച്ച് കയ്യും കാലും ഒക്കെ എന്താവും, ഡ്രൈ ആയിട്ട് മൊരി വരും അല്ലെ. അപ്പം അതും പിന്നെ നമുക്കുള്ള ഒരു സ്കിൻ അലർജി ആയിട്ടും വരും. ഒരുപാട് സമയം വെള്ളത്തിൽ കളിക്കുമ്പോൾ പിന്നെ വെള്ളത്തിൽ കളിച്ചിട്ട് കൈകളൊക്കെ ഒരു വെള്ള നിറം വരും. മാത്രമല്ല ഒരുപാട് സോപ്പ് തേച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ ഡ്രൈനെസ് വന്നിട്ട് സ്കിന്നിന് അലർജി വരും. ഇനിയിപ്പോൾ എവിടെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വാതിൽ ലോക്ക് ചെയ്തോ ലോക്ക് ആക്കിയിട്ടില്ല, അടച്ചിട്ടില്ല അങ്ങനെ തോന്നും. അപ്പൊ എന്താക്കണം, അടുക്കളയിലെ ഫുഡ് രാത്രി കിടന്നാൽ അടുക്കളയിലെ ഫുഡ് മൂടിയിട്ടില്ലേ. അപ്പൊ സൈക്കോളജിക്കലി ഡോക്ടേഴ്സ് പറയുന്ന വെച്ചാൽ നമ്മൾ അടുക്കളയിൽ പോയിട്ട് രാത്രി നമ്മൾ കിച്ചണ് അടച്ചു വരുമ്പോൾ ഞാൻ ഇതാ വാതിൽ അടക്കുന്നു, മനസ്സിനോട് ഉറക്കെ പറയാൻ, ഞാൻ ഇതാ വാതിൽ അടക്കുന്നു, അതിൽ കുറ്റി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസ്മി ചൊല്ലി ലോക്ക് ചെയ്യുമ്പോൾ പറയും ഞാൻ വാതിൽ അടച്ചു കഴിഞ്ഞു. കിച്ചണൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. കിച്ചണിൽ പലതും ഉണ്ടാവും, പൊരിച്ച വെളിച്ചെണ്ണ മൂടി വെക്കാനുണ്ടാവും, കറി മൂടി വെക്കാനും ഫ്രിഡ്ജിൽ വെക്കാനും ഇതാക്കാനും പല പിറ്റേന്ന് ദിവസത്തെ ഇഡ്ഡലി മാവ് അതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്ത് മൂടി വെക്കുമ്പോൾ ബിസ്മി ചൊല്ലി മൂടിയും വെക്കുക. എന്നിട്ട് പറയാം ഞാൻ ഇത് മൂടാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ മൂടി വെച്ചിരിക്കുന്നു ഒരു 3 പ്രാവശ്യം അങ്ങോട്ട് പറയാം. അപ്പൊ അത് മനസ്സിൽ പിന്നെ എന്തായി, കറവായി. എന്നിട്ട് വന്ന് കിടന്ന് ഞാനിതൊക്കെ ചെയ്തിട്ടാ കിടന്ന്, ഇനി ഞാൻ എണീറ്റ് പോകൂല അങ്ങനെ പറയാം അല്ലെ. അവരെവിടെങ്കിലും പോകാൻ ഇറങ്ങി, തവക്കുൽ എന്ന് പറയുന്നത് തീരെ ഉണ്ടാവില്ല അല്ലെ. പോകാൻ ഇറങ്ങി കഴിഞ്ഞാലും വാതിൽ അടച്ചോ ഇല്ല, അടച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ താക്കോൽ എന്റെ കയ്യിലുണ്ടോ ബാഗിലുണ്ടോ, ഇങ്ങനെ വീണ്ടും റിപ്പീറ്റഡ്ലി ചിന്തകൾ വരുന്നതിനാണ് OCD എന്ന് പറയുന്നത്. പിന്നെ എവിടെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്ക് ഒട്ടും, ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും ഇതുണ്ടാവില്ല, സമാധാനം ഉണ്ടോ, ഒന്ന് വീട്ടിൽ എന്താ സംഭവിക്കുക, വീട് അടച്ചിട്ടുണ്ടോ, മക്കൾ ഭക്ഷണം ഉണ്ടാക്കുവോ, അവര് കഴിക്കുവോ, അവർ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, അവിടെ ഉള്ളവരുണ്ടാക്കി കൊടുക്കണ്ടേ, അവരെ ഉത്തരവാദിത്തം, അവരുണ്ടാക്കി കൊടുക്കട്ടെ. മക്കൾക്കാണെങ്കിൽ മക്കൾ വീട്ടിലുണ്ടല്ലോ, അവരുണ്ടാക്കട്ടെ, ഇല്ലെങ്കിൽ വാങ്ങട്ടെ, അങ്ങനത്തെ ഒരു മനസ്സും അവർക്ക് ഉണ്ടാവില്ല. ഇനി ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് വൃത്തി ഉണ്ടാവില്ല. ഇനിയിപ്പോ എവിടെങ്കിലും കയറി കഴിഞ്ഞാൽ പല ടൈപ്പ് ഭക്ഷണം അല്ലെ. ഇപ്പൊ ഇന്ത്യൻ, കോണ്ടിനെന്റൽ, ചൈനീസ്, അറേബ്യൻ, ഇങ്ങനെ പല ടൈപ്പ് ഫുഡാണ് ഇപ്പൊ ഹോട്ടലിൽ പോയാൽ കിട്ടുക.
കേട്ടെ. അപ്പൊ എനിക്ക് അതൊന്നും പറ്റൂല എന്നും പറഞ്ഞിരുന്നേക്കും അല്ലെ. അങ്ങനെ അപ്പൊ ഇതുപോലെ നമ്മളെ വീട്ടിൽ കയറി വരുന്ന മരുമക്കള് വരെ നമ്മളെ അത് സഹിക്കാത്ത, പുരയിൽ വന്നിട്ട് കുട്ടി പറയോ ഞാൻ ഇടങ്ങാറായിപ്പോയി എന്നും പറഞ്ഞ് കുട്ടീന്റെ വക കഥ കേൾക്കാം അല്ലെ. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് മാക്സിമം എന്താക്കാന്ന് വെച്ചാല് അവോയ്ഡ്, അവര് തന്നെ വ്യക്തികൾ തന്നെ, ആ ഒസ്വാസം അനുഭവപ്പെടുന്ന വ്യക്തികൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാണ്. ഞാൻ ഇങ്ങനെ കഴുകൂ, ഞാൻ ഇങ്ങനെ ആക്കുള്ളൂ. വാഷ് ചെയ്യ ഡ്രസ്സൊക്കെ തിരുമ്പാണെങ്കിൽ ആഴ്ചയിൽ ഒരു 1-2 ദിവസം മാത്രമേ അലക്കുന്നുള്ളൂ എന്ന് മനസ്സമാധാനത്തോടെ പറയുക. അതുപോലെ ഇനിയിപ്പോൾ ആണുങ്ങൾ ഉടുത്ത് കഴിച്ചിടുന്ന തുണികളായാലും ബെഡ്ഷീറ്റ് ആയാലും ഒക്കെ അതിനൊരു മിനിമം, ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ കുട്ടികളൊന്നും കയറി കളിക്കാത്താണ് ഒരു 7 ദിവസമൊക്കെ, നമ്മളൊക്കെ ഇപ്പോൾ 7 ദിവസം വിരിച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്ന, ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ. നമുക്ക് അസുഖം വരുന്നുണ്ടോ? ഇല്ല. അത് വെറുതെ മനസ്സിന്റെ തോന്നൽ മാത്രമാണ്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യൂ എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് പറയുക അല്ലെ. ഒരു സംഗതി 2 പ്രാവശ്യം ഒരിക്കലും ചെയ്തു പോകരുത് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താന്ന് വെച്ചാല് ഇബ്ലീസ് ഇത്രയും പ്രാവശ്യം ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ചില കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് ഓരോ ഇഷ്യൂസ് ആയിട്ട് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോ അവര് പറയും നമ്മളെ വീട്ടിൽ അങ്ങനെ അമ്മായിയമ്മ അങ്ങനെ പറയും, നാത്തൂൻ ഇങ്ങനെ പറയും, മറ്റോല് ഇങ്ങനെ ആക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് അറിയാം. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എത്തുന്ന കുട്ടി ഒരു ചെടി പറിച്ച് നടുമ്പോലാണല്ലോ. മണ്ണിനും ക്വാളിറ്റിക്കും വെള്ളത്തിനും വളത്തിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും സ്വഭാവത്തിന്. അപ്പൊ ഞാൻ പറയും നല്ലതാണെങ്കിൽ മാത്രം ചെയ്യുക. ഇനി അതെല്ലാം നമുക്ക് പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതിനൊരു മറുപടി കൊടുക്കാതിരിക്കുക. അപ്പോൾ ചില വീട്ടുകാർക്ക് എന്ന് വെച്ചാൽ നാത്തൂനും കുട്ടികളും പാർക്കാൻ വരും, അവളത് മുഴുവൻ ഇവള് വാഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവളെ കാണുമ്പോൾ ഒരുപാട് പലഹാരം ഉണ്ടാക്കല് അങ്ങനെ കണ്ടെന്നാ പിന്നെ വീട്ടിൽ എല്ലാവരും ഇൻവോൾവ്ഡ് ചെയ്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം അല്ലെ. എല്ലാവരും നാത്തൂനും ഉമ്മയെല്ലാം കൂടെ അതല്ല, ഈ ആങ്ങളുടെ ഭാര്യനെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് പലതും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താ വെച്ചാൽ എന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കി കൊണ്ടുവരും. അപ്പൊ കഴിയുമെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക, കഴിയില്ല എന്ന് തോന്നുന്ന കാര്യം ചെയ്യാണ്ടിരിക്കുക. അതാണ് അവിടെ ഏറ്റവും നല്ലൊരു അപ്ലിക്കേഷൻ. അതായത് നമ്മളിപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ പറയുന്നു, നമ്മൾ ചെയ്യുന്നു, അവർ പറയുന്നു, നമ്മൾ ചെയ്യുന്നിട്ട് വീട്ടിൽ വന്നിട്ട് സങ്കടവും കരച്ചിലും എനിക്ക് എന്താ പണിയെന്നുള്ള അതിനൊന്നും നിൽക്കണ്ട. കാരണം നമുക്ക് അത്രേ പറ്റുന്നത് ചെയ്യാൻ, വൃത്തിക്കും ഭംഗിയിലും അല്ലാത്ത ചെയ്യണ്ട. അപ്പൊ അതുപോലെ ഒരുപാട് പ്രാവശ്യം ഒരാളോട് നമ്മളൊരു കർത്തവ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അവരത് ചെയ്യുന്നില്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി എന്താവുന്നറിയോ, സ്വമേധയാ പിൻവാങ്ങും, വിഡ്രോയിൽ ചെയ്യും. കാരണം പിന്നെ ചോദിക്കൂല. അതുപോലെ തന്നെയാണ് പിശാചിന്റെ സ്വഭാവം. പിശാച് നമ്മളോട് ഇങ്ങനെ പലതും ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കമാൻഡ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പൊ ഞാനിത് ചെയ്യുന്നില്ല, നിന്നെ എനിക്ക് ഇഷ്ടമില്ല, അള്ളാഹുവിന്. പിന്നെ ചിലരൊക്കെ പറയും ഇബ്ലീസിന് ഭയങ്കര കഴിവാട്ടോ, ഇബ്ലീസ് വിചാരിച്ച അതൊരിക്കലും ഒരു കാരണവശാലും അങ്ങനെ പറഞ്ഞു പോരുത്. ബിക്കോസ് ഇബ്ലീസ് ലഗീഫ് എന്നാ പറയേണ്ടത്. കാരണം ഇബ്ലീസിന് ഒരു കഴിവും ഇല്ല അല്ലെ. ഇബ്ലീസിന് ഒരു കഴിവും ഇല്ല. ഇബ്ലീസ് അങ്ങനെ നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നു എന്നല്ലാണ്ട്, അഥവാ ഇബ്ലീസ് വല്ല കഴിവുണ്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരിക്കലും പറയരുത്. ഇബ്ലീസ് ലഗീഫ് എന്ന് പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വസ്വാസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഒരുപാട് ആളുകളെ കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മളെപ്പോലുള്ള ചില ആളുകളെ വിശ്വാസം എന്താ വെച്ചാല്, എനിക്കുള്ള വിശ്വാസം ഞാൻ പറയാം, എൻ്റെ ഡ്രസ്സൊന്നും ഞാൻ ആർക്കും വാഷ് ചെയ്യാൻ കൊടുക്കൂല. എനിക്ക് ഒരു ഡ്രസ്സും പിന്നെ നരയ്ക്കാൻ പാടില്ല. എല്ലാം ഫസ്റ്റ് വാങ്ങുന്ന അതേ കണ്ടീഷൻ 25 പ്രാവശ്യം ഇട്ടാലും അങ്ങനെ വേണം. ആ നല്ല ന്യൂലി കണ്ടീഷനിൽ തന്നെ വേറെ ആർക്കെങ്കിലും ധർമ്മവും കൊടുക്കണം. അങ്ങനത്തെ ഒരു അസുഖമാണ് എനിക്ക്. ഇപ്പൊ ഞാൻ സുഖമില്ലാണ്ടൊക്കെ കിടന്നാലും ഞാൻ വാഷ് ചെയ്യാൻ കൊടുക്കൂല. ഈവൻ ബെഡ്ഷീറ്റ് വരെ ഞാൻ എത്ര വാഷ് ചെയ്താലും പുതുമ നശിക്കൂല. അതിനൊരു പ്രത്യേക ബ്രാൻഡ് സോപ്പ് ഉണ്ട്, പ്രത്യേക മെത്തേഡ് ഉണ്ട്, സോപ്പ് പൊടി യൂസ് ചെയ്യൂല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുപോലെ ഞാൻ അങ്ങനെ, ചിലരെന്ന് പറഞ്ഞാല് പിന്നെ അലമാരി ഭയങ്കര ഷെൽഫ്, ചിലർ കിച്ചണായിരിക്കും ഭയങ്കര നീറ്റ്, ചിലർ വീട് മൊത്തം ഭയങ്കര നീറ്റായിരിക്കും, ചിലർ ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു രക്ഷയുണ്ടാവില്ല, ചിലർ നന്നായിട്ട് നോമ്പെടുക്കും, ഒരൊറ്റ സുന്നത്ത് നോമ്പ് പോയില്ല, ചിലർ സിക്കറിന്റെ കാര്യത്തിൽ ഒടുക്കത്തെ പെർഫെക്ഷൻ ആയിരിക്കും അല്ലെ. ചിലർ ഹസ്ബൻഡിനോട് പെരുമാറുന്ന കാര്യത്തിൽ ഇനി അങ്ങോട്ടൊരു അവസാന വാക്കില്ല. 28 വാതിൽ ഇട്ടാ തുറക്കാൻ വിചാരിച്ചാണെങ്കിൽ 28 വാതിൽ തുറന്നു മാതിരി സ്നേഹവും കളിയായിരിക്കും. ചിലർ കുട്ടികളോട് ചിലർ സുഹൃത്തുക്കളായിട്ട് നല്ല കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ചില ഷോപ്പിൽ ചെന്നാൽ ഓണർ വർത്താനം
നാണം കെട്ട് നമ്മൾ വേണ്ടാന്ന് തോന്നിയ സാധനം വാങ്ങിപ്പോവില്ലേ? അപ്പോൾ ഓരോ തരത്തിൽ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഓരോ തരത്തിലും വ്യത്യസ്ത വസുവാസുകാരാണ്. പക്ഷെ നമ്മൾ വസുവാസ് ഇങ്ങനെ കമ്പൾസറി ആയിട്ട് ചെയ്യാത്തത് കൊണ്ടും നമ്മളെ ബാക്കിയുള്ള നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ടും നമ്മളതൊരു അസുഖമായിട്ട് റിട്ടേൺ ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രീതിയിലുള്ള വസുവാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇബിലീസിനെ തോപ്പിക്കാൻ ഞാൻ ഒറ്റ പ്രാവശ്യേ ചെയ്യൂ. ഇനി കുളിക്കാൻ കയറി കഴിഞ്ഞാൽ സമയം നോക്കി കയറുക. ഒരു 11:30 കയറിയ 11:40 മുമ്പ് ഞാൻ ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കൂ എന്ന് പറയുക. ഇറങ്ങനെ ചെയ്യണം. എന്താ അപ്പൊ അല്ല അതുപോലെ ചിലർ കാണാൻ കുളിക്കുമ്പോൾ ദിവസം തല ഷാമ്പു ഉപയോഗിച്ച് തേക്കുന്നു. അത് വൃത്തിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ നിങ്ങളെ തലക്ക് ഒരുപാട് കേടാ. ഷാമ്പു ഒന്നും ദിവസം ഉപയോഗിക്കാനേ പാടില്ല. നല്ല മോശം മോയിസ്ചർ, അതായത് പൊടിയുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം കഴുകാം. അല്ലെങ്കിൽ നല്ല തണുപ്പത്തൊക്കെയാണ് 1 പ്രാവശ്യം മാത്രം ഷാമ്പു വാഷ് ചെയ്ത് കുളിക്കുന്നോണ്ട് വിരോധമില്ല, ദിവസം കുളിക്കുക അങ്ങനെ. അപ്പൊ നമ്മൾ എല്ലാ രീതിയിലും ഇബിലീസ് എങ്ങനെല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ആ രീതിയിലൊക്കെ നമ്മൾ ഇബിലീസിനെ അവോയ്ഡ് ചെയ്യുക തന്നെ. ഇനി ചെയ്ത് ഈ ക്ലാസ് കേട്ടിട്ട് ആർക്കെങ്കിലും ഇതിന്റെ റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങളൊന്ന് പ്ലീസ് ഇതിൽ വന്ന് പറയുകയും വേണം അല്ലെ. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിന്റെ ചാനലിന്റെ അടിയിൽ നിങ്ങൾക്ക് ഇതിന് റിപ്ലൈ ചെയ്യാം അല്ലെ. ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്രദമായി എനിക്കൊരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സുകൾ കണ്ടെത്തി തരുന്നത് അല്ലെ. അപ്പോൾ എനിക്കൊരു സന്തോഷമാവും. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. ഇത്തരത്തിലുള്ള മാനസിക അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനത്തെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂട്യൂബ് വീഡിയോ നിങ്ങൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കണം. കാരണം ഇത് അവരുടെ കുറ്റമല്ല. പിന്നെ ഇത് ജെനറ്റിക്കലി വരുന്ന ഒരു രോഗമാണ് കേട്ടോ. ഇത് തറവാട് വകയായിട്ട് നമുക്ക് എവിടുന്നെങ്കിലൊക്കെ അങ്ങനെ വഴിയായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അത് ഇപ്പൊ നമ്മളെ മനസ്സുകൊണ്ട് തീരുമാനിക്കുക, ഞാൻ ഈ രോഗത്തിന് അടിമല്ല, ഞാൻ ഇങ്ങനെ ചെയ്ത് നിൽക്കൂല, ഞാൻ കറക്റ്റ് സമയത്ത് നിസ്കരിക്കും, കറക്റ്റ് സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. കറക്റ്റ് സമയത്ത് ചെയ്യുന്ന പോലെ അടുത്തേക്ക് ഇബ്ലീസ് ഒരിക്കലും പോകില്ല. കാരണം ഇബ്ലീസ് അവിടെ ജയിക്കൂല എന്ന് ഉറപ്പാണ്. കാരണം ആ വ്യക്തി ഇത് അടുക്കളയിൽ ഇത്ര സമയം, അത് കഴിഞ്ഞ് ബാക്കി പാത്രങ്ങളെല്ലാം ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് അവിടെ വെച്ച് പിന്നെ ബാക്കി ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ കയറിപ്പോരും, നിസ്കരിക്കും അല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഇങ്ങനത്തെ ആളുകളെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്താവില്ല. അടുക്കളയിലെ പണിയും തീർന്നിട്ടുണ്ടാവില്ല, ഒരു കുളിച്ചിട്ടും ഉണ്ടാവില്ല, മാറ്റിയിട്ടും ഉണ്ടാവില്ല, കാത്തു നിൽക്കുന്ന പോലെ റോട്ടുമ്പല് നിന്ന് ഐസാവും അല്ലേ. അപ്പൊ അങ്ങനെയുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലും വ്യക്തികളിലും ഭർത്താക്കന്മാരിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. എത്രമാത്രം ലിക്വിഡ് വാങ്ങിക്കൊടുത്താലും സോപ്പ് വാങ്ങിക്കൊടുത്താലും ഒന്നും ഇവർക്ക് തികയില്ല. അപ്പൊ അടുത്ത ദിവസം ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ആ കുട്ടി പറയാ, നമ്മള് സോപ്പ് വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റിൽ അയാളുണ്ട്, ചോദിക്കും നിങ്ങൾ ഇപ്പൊ സോപ്പ് പിന്നെ ടൈഡാണോ കുടിക്കല്? കാരണം 1 കിലോ ടൈഡ് വാങ്ങിയാൽ 3 ദിവസത്തേക്ക് തികയില്ല. ആകെ ഒരു ഉമ്മയും മോളും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിന് തീരുമാനം എടുക്കാൻ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുകയോ മരുന്ന് കുടിക്കുകയൊന്നും വേണ്ട. ഇതിന് പല സൊല്യൂഷൻസ് ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മളെ മനസ്സിന്റെ ഒരു തീരുമാനം, ഇത് ഖുർആൻപരമായിട്ടും ഹദീസ്പരമായിട്ടൊക്കെ ഉള്ള ഒരു തെളിവാണിത്. നമ്മളത് ചെയ്യൂല എന്ന് വെച്ച് ഒന്നെടുത്ത് നിസ്കരിച്ച് ഓതാനിരിക്കുമ്പോൾ ചോദിക്കും വിസ്മി ചെല്ലിയോ ഔദ് ചെല്ലിയോ അല്ലെങ്കിൽ ആയിന് ശരിയായോ അല്ലെങ്കിൽ കാഫ് ശരിയായോ എന്നൊക്കെ ചോദിക്കും. അത്ര ശരിയായ മതി, അള്ളാഹു എൻ്റെത് സ്വീകരിക്കും എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളെ ഈ പ്രസംഗ പരിശീലന ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് കോഴ്സില് പിന്നെ ഹാജറ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹാജറക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്ത ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്.